Alhamdulillah, assalatu wassalamu ala rasulillah wa ala alihi wa sahbihi ajma'in, amma ba'da. In uridu illa al-islaha mastata'tu wa ma tawfiqi illa billah, alayhi tawakkaltu wa ilayhi unib, wa ma tawfiqi illa billah, alayhi tawakkaltu wa ilayhi unib, wa ma tawfiqi illa billah, alayhi tawakkaltu wa ilayhi unib. ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. حسبنا الله ونعم الوكيل ونعم الله أكبر الله أكبر. لا إله إلا الله. اللهم صل على سيدنا محمد شفاعته يوم القيامة إنك لا تخلف. حسبنا الله ونعم الوكيل ونعم المولى ونعم النصير. حسبنا الله ونعم الوكيل ونعم المولى ونعم النصير. يا سيدي سندي غوثي ويا مددي كلي ظهيرا على الأعداء بالمدد مجير حرمي وخذ بيدي مدى مددي خليفة الله فينا محيي الدين يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും ബഹുമാനപ്പെട്ട കമ്മിറ്റി ഭാരവാഹികളെ, ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ സ്നേഹനിധികളായ ഉപ്പമാരെ, ഉമ്മമാരെ, സഹോദര സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, അല്ലാഹു സുബ്ഹാനഹു താൻ നമ്മുടെ ഒരുമിച്ച് കൂടലിനെ അല്ലാഹു താൻ ഇഷ്ടപ്പെട്ട മാർഗത്തിൽ സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുവേ, മജ്ലിസിലേക്ക് വന്ന ഞങ്ങൾ എല്ലാവരും മനസ്സിൻ്റെ അകത്തുള്ള സകലമായ മുറാദുകളും നീ ഹാസിലാക്കി തരണം റബ്ബേ. അസുഖമുള്ളവർക്ക് നീ ശിഫ കൊടുക്കണം റബ്ബേ. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയുടെ കൽബിൻ്റെ അകത്തുള്ള പ്രയാസങ്ങളൊക്കെ നീക്കിക്കൊടുക്കണം അല്ലാഹ്. 4 ദിവസമാകെ നീണ്ടു നിൽക്കുന്ന ഈ പരിപാടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഭാവന കൊടുത്തവർ, ഇതിന് വേണ്ടി ത്യാഗം ചെയ്ത എല്ലാവർക്കും അർഹമായ കൂലി കൊടുക്കണം റബ്ബേ. ഞങ്ങൾ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരെ ഖബർ നീ സുവലോക സ്വർഗ പൂന്തോപ്പാക്കി കൊടുക്കണം റബ്ബേ. മരിക്കുന്ന സമയത്ത് ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്
തൗഫീഖ് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണം അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സഹോദരന്മാരെ, പരിശുദ്ധമാക്കപ്പെട്ട മദ്രസയുടെ കെട്ടിട ഉദ്ഘാടനത്തോടനുബന്ധമായി നടക്കുന്ന മതപ്രഭാഷണ പരമ്പരയുടെ 4ാം ദിവസത്തിനാണ് ഞാനും നിങ്ങളും ഒത്തുകൂടിയത്. അതോടൊപ്പം തന്നെ ഈ ദിവസം സമാപന ദിവസവുമാണ്. ബഹുമാനപ്പെട്ട മാത്തൂർ ഉസ്താദിൻ്റെ പ്രാർത്ഥനയോടുകൂടെ ഈ മജ്ലിസ് അവസാനിക്കുമ്പം ഈ പുണ്യമാക്കപ്പെട്ട സദസ്സിൽ നിങ്ങളോടൊപ്പം ഒത്തുകൂടാൻ തൗഫീഖ് തന്ന റബ്ബിനെ ഞാൻ ആദ്യമായി കൊണ്ട് സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഈ പരിപാടിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന ആളുകൾ എല്ലാവരും. ഞാൻ ആമുഖമൊന്നും പറയാതെ എന്നെ ഏൽപ്പിക്കപ്പെട്ട വിഷയത്തിൽ കടക്കുകയാണ്. അന്ത്യം മറന്ന മനുഷ്യൻ എന്ന വിഷയമാണ് എന്നെ വിശദീകരിക്കാൻ ഏൽപ്പിച്ചിട്ടുള്ളത്. അന്ത്യം മറന്ന മനുഷ്യൻ, അന്ത്യം മറന്നിരിക്കുന്ന നമ്മുടെ അവസ്ഥയെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ മാത്രം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുക. ഇവിടെ ഇരിക്കുന്ന എല്ലാ ഉമ്മമാരും ഉപ്പമാരും സഹോദര സഹോദരിമാരോടും വളരെ വിനയത്തോടെ പറയാനുള്ളത്, ഇൽമ പറയുന്ന ഇൽമിൻ്റെ മജ്ലിസിലാണ് ഞാനും നിങ്ങളും ഒത്തുകൂടിയത്. ഇൽമിൻ്റെ മജ്ലിസിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. എങ്കിലും അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഒരു ഹദീസിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന. അള്ളാഹുവിൻ്റെ ഹബീബ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നൊരു പ്രധാനപ്പെട്ട ഒരു വാക്കാണത്. ഇൽമ പറയുന്ന സദസ്സ് സ്വർഗത്തോപ്പിലെ ഒരു തോപ്പാണ് എന്ന്. ഇൽമിൻ്റെ ഈ മജ്ലിസ് പറയുന്ന ഹദീസിലേക്കും ഈ പറയുന്ന സംഭവത്തിൻ്റെ വികാസത്തിലേക്കും നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം. അതിലേക്ക് ആഴത്തിൽ ചിന്തിക്കണം. മനസ്സിൻ്റെ അകത്തുള്ള സകലമാന ചിന്തയും ഒന്ന് മാറ്റിവെച്ച് മൊബൈലൊക്കെ ഒന്ന് ഓഫാക്കിയിട്ട് വളരെ പക്വതയോടെ ഇരുന്ന് കേൾക്കാം. ഇൻഷാ അല്ലാഹ് ഈ 2-2.5 മണിക്കൂർ ഇവിടെ കഴിഞ്ഞ് എണീറ്റ് പോകുമ്പോൾ അല്പമെങ്കിലും ഈമാൻ നമ്മുടെ കൽബിൻ്റെ അകത്ത് കൂടും. അള്ളാഹു നമ്മളെ കൂട്ടിത്തരുമാറാകട്ടെ. അതുകൊണ്ട് ഖിലാസോട് കൂടെ ഇരിക്കണം. എന്താണ് എൻ്റെ സഹോദരന്മാരെ മരണം? നമ്മൾ മറന്നിട്ടുണ്ടോ ഈ കാര്യം? ഞാൻ മറന്നിട്ടുണ്ടോ? നിങ്ങൾ മറന്നിട്ടുണ്ടോ എന്നാ ചിന്തിക്കേണ്ടത്. മറന്നാൽ പ്രശ്നം എന്താ? മരണം ഒരാൾ മറന്നു, എന്താ പ്രശ്നം? അങ്ങനെ ചിന്തിക്കുന്ന ആളുണ്ട്. മരണം ഞാൻ മറന്നിട്ടുണ്ട്, അതുകൊണ്ടിപ്പം മരണത്തെ ഓർക്കണമെന്ത് എന്നിവിടെ എന്താ കാര്യം? എന്തിനാണ് മരണത്തെ ഓർക്കുന്നത്? മരണത്തെ ഓർക്കുന്നത് പ്രധാനപ്പെട്ട ഒരാളിപ്പം ഹജ്ജ് കർമ്മത്തിന് പോകാമെന്ന് കരുതാം. പാസ്പോർട്ട് കൊണ്ടുപോയിട്ട് ഹജ്ജ് കർമ്മത്തിന് പോകാൻ വേണ്ടി പാസ്പോർട്ട് ട്രാവൽസ് കൊണ്ടുപോയി കൊടുത്തു. ആ മനുഷ്യൻ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ഒരുങ്ങാൻ ട്രാവൽസിന് ആളുകൾ പറഞ്ഞു, വിസ അടിക്കാൻ കൊടുത്തു. ഈ മനുഷ്യൻ ചിന്തിക്കണം, ഈ മനുഷ്യൻ പാസ്പോർട്ട് വിസ അടിക്കാൻ വേണ്ടി ഹജ്ജിന് പോകാനുള്ള വിസ അടിക്കാൻ വേണ്ടി കൊടുത്തു എന്ന വിഷയം ഇയാൾ മറന്നാൽ എന്തായിരിക്കും പ്രശ്നം? ഈ മനുഷ്യനെ തന്നെ മറന്നു, എന്തായിരിക്കും പ്രശ്നം? ഈ മനുഷ്യന് ഹജ്ജിന് പോകാനുള്ള ഒരൊറ്റ ഒരുക്കങ്ങളും ഇയാൾ ചെയ്യില്ല. ഹജ്ജിന് പോകുന്ന ആൾ ഒരുപാട് ഒരുക്കങ്ങൾ ചെയ്യാറുണ്ട്, ഒരുപാട് തയ്യാറെടുപ്പ് ചെയ്യാനുണ്ട്. അത് ഈ മനുഷ്യർക്ക് ഓർമ്മ ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. ഈ മനുഷ്യൻ യാത്ര പറയണം, ആളുകളെ ഹക്കടപാട് വീട്ടണം, ആളുകളോട് പൊരുത്തപ്പെടിപ്പിക്കണം, കുടുംബത്തോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തീരുമാനമാക്കണം. അതിൻ്റെയൊക്കെ പുറമെ കൊണ്ടുപോകാൻ ഇഹ്റാമിൻ്റെ വസ്ത്രം വാങ്ങണം, ഇഹ്റാമിൻ്റെ തുണി വാങ്ങണം, യാത്രക്കുള്ള സാധനങ്ങൾ വാങ്ങണം. ഇങ്ങനെ ഒരുപാട് ഒരുക്കങ്ങൾ 40 ദിവസത്തെ യാത്രയ്ക്ക് വേണ്ടി അവനക്കുണ്ടെങ്കിൽ എൻ്റെ സഹോദര, നമുക്ക് കാലാകാലം ചെന്ന് കിടക്കുന്ന ഖബറാകുന്ന വീട്ടിനെ ആ മരണം നമ്മൾ എടുക്കാൻ മറന്നു പോകും. അവിടെയാണ് പ്രശ്നം വരുന്നത്. പ്രശ്നം അവിടെയാണ്. നമ്മൾ ഈ വിഷയങ്ങൾ മറന്നാൽ, മരണത്തെ നമ്മളങ്ങ് മറന്നാൽ, നമുക്ക് ഇവിടുന്ന് പോകേണ്ട ആ യാത്രക്കുള്ള ഒരുക്കം നമ്മൾ ഒരുങ്ങില്ല. അത് മറന്നിട്ടുണ്ടോ ഇല്ലേ എന്നാണ് ഇവിടെ ഇരുന്നിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്. അള്ളാഹു മനുഷ്യവർഗത്തെ പടക്കാൻ തീരുമാനിച്ചു. നമ്മളെ പടക്കാൻ തീരുമാനിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ മലക്കളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മലക്കളെ, ഭൂമിയിലേക്ക് മനുഷ്യന്മാരെ ഞാൻ പടക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾക്ക് അവരെക്കുറിച്ച് പറയാനുള്ളത്? അള്ളാഹുവിൻ്റെ മലക്കളോട് അള്ളാഹുത്താല ചോദിച്ചപ്പോൾ റബ്ബിൻ്റെ മലക്കൾ എന്ത് പറഞ്ഞു? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഇദ് ഖുൽനാ ലിൽ മലായികതി
جاعلا في الأرض خليفة قالوا وتجعل فيها من يفسد فيها ويسفك الدماء ونحن نسبح بحمدك ونقدس لك قال إني أعلم ما لا تعلمون وعلم آدم الأسماء كلها ثم عرضهم على الملائكة فقال أنبئوني بأسماء هؤلاء إن كنتم صادقين. അല്ലാഹുവിന്റെ ഖുർആൻ വ്യക്തമായി പറഞ്ഞു, മനുഷ്യന്മാർ അല്ലാഹു പടക്കാൻ തീരുമാനിച്ചു. പടക്കണതിന് മുമ്പ് അല്ലാഹു മലക്കളെ പടച്ചിട്ടുണ്ട്, ജിന്നുവർഗത്തെ പടച്ചിട്ടുണ്ട്. മനുഷ്യനെന്ന് പറയുന്ന ഈ നമ്മളെ പടക്കാൻ തീരുമാനിച്ചപ്പോൾ അല്ലാഹു മലക്കളൊക്കെ വിളിച്ചിട്ടൊരു യോഗം കൂടി. മലക്കളെ, ഭൂമിയിലേക്ക് ഞാൻ മനുഷ്യന്മാരെ പടക്കുന്നുണ്ട്, എന്താ നിങ്ങൾക്ക് അവരെ കുറിച്ച് പറയാനുള്ളത്? സുബ്ഹാന റബ്ബി, അല്ലാഹുവിന്റെ ഖുർആൻ, റബ്ബിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. വഇദ ഖുൽനാ ലിൽ മലായികതി ഇന്നി ജാഇലും ഫിൽ അർളി ഖലീഫ. അല്ലയോ മലക്കളെ, ഭൂമിയിലേക്ക് മനുഷ്യന്മാരെ പടക്കുന്നുണ്ട് ഞാൻ, എന്തേ നിങ്ങൾക്ക് അവരെ കുറിച്ച് പറയാനുള്ളത്? ഈ സമയത്ത് അല്ലാഹുവിന്റെ മലക്കളങ്ങ് പറയുന്നു, കാലോ അത്ജഅലു ഫീഹാ മൻ യഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാഅ വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. എന്തിനാ റബ്ബേ മനുഷ്യന്മാരെ പടക്കുന്നത്? മനുഷ്യന്മാരെ ഫിത്ന ഉണ്ടാക്കുന്നവരാണ്, തല്ലുകൂടുന്നവരാണ്, കച്ചറ കൂടുന്നവരാണ്, തർക്കിക്കുന്നവരാണ്. അതുകൊണ്ട് മനുഷ്യന്മാരെ പടക്കണ്ട എന്ന് റബ്ബിന്റെ മലക്കളങ്ങ് പറഞ്ഞിട്ട് അല്ലാഹുവിനോട് പറയുന്ന, റബ്ബേ നിനക്ക് ആരാധിക്കാൻ വേണ്ടിയാണ് മനുഷ്യവർഗത്തെ നീ പടക്കുന്നതെങ്കിൽ വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. അതിനൊക്കെ ഞങ്ങളുണ്ടല്ലോ റബ്ബേ ഇവിടെ എന്ന് പറഞ്ഞു. ചുരുക്കി പറയട്ടെ, മനുഷ്യന്മാരെ പടക്കണ്ട എന്നാണ് അല്ലാഹുവിന്റെ മലക്കൾ പറഞ്ഞത്. അല്ലാഹു തആല എന്ത് പറഞ്ഞു? നിങ്ങളെക്കാൾ അറിവുള്ളവനാ ഞാൻ, നിങ്ങൾ പറഞ്ഞത് സത്യമാണെന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ല, നിങ്ങൾ പറഞ്ഞ വാക്ക് നുണയാണെന്നും അല്ലാഹു പറഞ്ഞിട്ടില്ല. രണ്ടും തട്ടാത്തൊരു മറുപടി പറഞ്ഞ് അല്ലാഹു മനുഷ്യന്മാരെ പടച്ചു. എങ്ങനെ പടച്ചു? ഈ ഭൂമിയിലെ മണ്ണ് കൊണ്ട് തന്നെ. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല പടച്ചു. ഈ ഭൂമിയിലെ മണ്ണെടുത്തിട്ട് ബഹുമാനപ്പെട്ട കളിമണ്ണ് കൊണ്ട് അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിനെ പടച്ചു. എന്തിനാ പടച്ചത്? ശ്രദ്ധിക്കണം. മലക്കളോട് ഇവിടെ പറഞ്ഞത് ഇന്നി ജാഇലും ഫിൽ അർളി ഖലീഫ, ഭൂമിയിലേക്ക് ഞാൻ മനുഷ്യന്മാരെ പടക്കുന്നു എന്ന്. അങ്ങനെ ഷെട്ടിപ്പ് കഴിഞ്ഞപ്പോൾ അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ആദം നബിന്റെ വാരിയിൽ കൊണ്ട് പടച്ച ഹവ്വാ ബീവിനെയും മനുഷ്യകുലത്തിന്റെ മാതാവിനെയും പിതാവിനെയും റബ്ബ് കൊണ്ടുപോയി ഇവിടേക്ക്, അള്ളാഹുവിന്റെ സുവലോക സ്വർഗത്തിലേക്ക്, അള്ളാഹിന്റെ സ്വർഗത്തിൽ കൊണ്ടുപോകുക. അതുവരെ ഭൂമിയിലേക്കെന്ന് പറഞ്ഞ് പടച്ച മനുഷ്യനെ അല്ലാഹു തആല കൊണ്ടുപോയത്. സുബ്ഹാന റബ്ബി യാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന വകുലാ മിൻഹാ റഅദം ഹൈഥ ശിഅ്തുമാ വലാ തഖറബാ ഹാദിഹി ശജറ ഫതകൂനാ മിനൽ ളാലിമീൻ. അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ടുപോകുന്ന റബ്ബിന്റെ സ്വർഗ്ഗത്തിലേക്ക്. എന്നിട്ട് സുവലോക സ്വർഗ്ഗത്തിലെത്തിയിരിക്കുന്ന ആദം നബിയോട് അല്ലാഹു തആല പറയുന്നു, യാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന. ആദമേ, നീയും നിന്റെ ഭാര്യയോ ഈ സുവലോക സ്വർഗ്ഗത്ത് താമസിക്കണോ? എന്നിട്ട് അല്ലാഹു പറയുന്നു, വകുലാ മിൻഹാ റഅദം ഹൈഥ ശിഅ്തുമാ വലാ തഖറബാ ഹാദിഹി ശജറ ഫതകൂനാ മിനൽ ളാലിമീൻ.
ഈ കാണുന്ന മരത്തിലേക്ക് മാത്രം നിങ്ങൾ ചെല്ലാൻ പാടില്ല. ഇവിടെ കിടക്കുന്ന ഭക്ഷണങ്ങളും വെള്ളങ്ങളും വസ്ത്രങ്ങളോ എന്തൊക്കെയുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. കിളക്കണ്ട പൂട്ടണ്ട വെയിൽ കൊള്ളണ്ട, നിനക്കുള്ളതൊന്നും അറിയണ്ട. പറക്കും ശരീരത്തിനുണ്ട് ഫോം വിളിക്കണ്ട, നീ കരുതിയാൽ മതി ായിക്ക നാമതിൽ കുറെ കുട്ടികൾ കാഴ്ചക്ക് തോറും നല്ല കൗതുക മുത്തുകൾ. അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിനെ കൊണ്ടുപോയി സ്വർഗ്ഗത്തിലേക്ക്. ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന, ഭാര്യയും എല്ലാം നിങ്ങൾക്ക് തിന്നാം, എന്തൊക്കെ പെടണ്ടോ അതൊക്കെ ഉപയോഗിക്കാം. ഈ ഒരു മരത്തിലേക്ക് മാത്രം നിങ്ങൾ ചെല്ലാൻ പാടില്ല, അള്ളാഹുവിൻ്റെ കൽപ്പന. ആദം നബി ആ മരത്തിലേക്ക് ചെന്നു. അതിൻ്റെ പേരിൽ അള്ളാഹു ആദം നബി എന്താക്കി? സ്വർഗത്തുനിന്ന് ഭൂമിക്ക് മാറ്റി. സത്യത്തിൽ ഇവിടെ നമ്മളെ പടച്ചത് സ്വർഗത്തുക്കോ ഭൂമിക്കോ? അള്ളാഹു മലക്കളോട് ഞാൻ സ്വർഗത്തിലേക്ക് പടക്കുന്നു എന്നല്ലല്ലോ പറഞ്ഞത്, ഭൂമിയിലേക്ക് പടക്കുന്നു എന്ന്. അങ്ങനെ ഈ ഭൂമിക്ക് പടച്ച, ഭൂമിയിലെ മണ്ണ് കൊണ്ട് കളിമണ്ണ് കൊണ്ട് പടച്ച ഈ മനുഷ്യനെ എന്തിനാ അള്ളാഹു സ്വർഗത്ത് കൊണ്ടുപോയി താമസിപ്പിച്ചത്? എല്ലാം അള്ളാഹ് തിന്നാൻ കൊടുത്തപ്പോൾ ഒന്ന് മാത്രം എന്തേ റബ്ബ് പിടിച്ചു വെച്ചു. അവിടെയാണ് ഞാനെന്ന് പറയുന്ന വിഷയത്തിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന മർമ്മം കിടക്കുന്നത്. എല്ലാവരും ആ ഭാഗത്തേക്ക് ചിന്തിക്കണം. സത്യത്തിൽ നമ്മളെ പടച്ചത് ഭൂമിക്ക് തന്നെ. പക്ഷേ ഈ ഭൂമിയിൽ അള്ളാഹു നമ്മളോട് ആരോടും ജീവിക്കാൻ പറഞ്ഞിട്ടില്ല. ജീവിതം അള്ളാഹു നമുക്ക് പറഞ്ഞതും കൽപ്പിച്ചതും അള്ളാഹുവിൻ്റെ സ്വർഗത്തിന്. ഉസ്കുൻ, സമാധാനമുള്ള റാഹത്തുള്ള ഐശ്വര്യമുള്ള ജീവിതം സ്വർഗത്തിലേ ഉള്ളൂ. അത് സ്വർഗത്തിലേക്ക് പോകണം. നമുക്ക് തന്നു, കാണിച്ചു തന്നു, നമ്മളെ കയ്യിൽ നിന്ന് വീണു പോയിരിക്കുന്നു. ആ നഷ്ടപ്പെട്ട സ്വർഗത്തെ തിരിച്ചെടുക്കാൻ വേണ്ടിയാണ് ഭൂമിയിലേക്ക് എത്തേണ്ടത്. അതുകൊണ്ടാണല്ലോ അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യവർഗത്തോട് എങ്ങനെയാണ് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ചു. എങ്ങനെ ജീവിക്കണം? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, കുൻ ഫി അള്ളാഹു തന്ന കണ്ണുകളെ കൊണ്ട് പത്രം വായിക്കാനോ മാസിക വായിക്കാനോ കഥ വായിക്കാനും ടി വി കാണാനോ സിനിമ കാണാനോ സീരിയൽ കാണാനോ വാട്സപ്പ് എടുത്തുകൊണ്ട് ഫേസ്ബുക്കിൽ എടുത്തുകൊണ്ട് ഒരുപാട് മണിക്കൂറുകൾ ചെലവഴിക്കാനോ സമയം നമ്മൾക്കുണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞില്ലേ, റബ്ബ് തന്ന ഇന്ന് തസ്ബീഹ് ചൊല്ലിയിട്ടുണ്ടോ, ഇന്ന് കൃത്യമായി നിസ്കരിച്ചിട്ടുണ്ടോ, ഇന്നത്തെ ദിവസം അതാ ഖുർആൻ തൊട്ടിട്ടില്ല റബ്ബേ. എന്നാൽ ഇന്നലെ ഓതിയിട്ടുണ്ട്, ഇന്നലെയും ഇല്ല. എന്നാൽ മിനിഞ്ഞാന്ന് ഓതിയിട്ടോ, മിനിഞ്ഞാന്നും ഓതിയിട്ടില്ല. എന്നാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഏതാ വെള്ളിയാഴ്ച എന്ന് പറയുന്ന ദിവസം അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ വഈദുൽ മുഅ്മിനീൻ. അറിയില്ല, ഓരോ വെള്ളിയാഴ്ച പള്ളിയും വിളിച്ച് പറയാറില്ലേ, വെള്ളിയാഴ്ച എന്ന് പറയുന്ന ദിവസം ഫക്കീറന്മാരായിരിക്കുന്ന മിസ്കീന്മാരായിരിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു കൂലി കൊടുക്കുന്ന ദിവസമാണെന്ന് പറയുമ്പോൾ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ആരൊക്കെയാണ് പെണ്ണുങ്ങള്, ആരൊക്കെയാണ് ഉപ്പമാര്, ആരൊക്കെയാണ് എന്റെ ചെറുപ്പക്കാര്? അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഷരീഫിന്റെ സൂറത്തുൽ കഹ്ഫ് ആരൊക്കെയാ ഓതിയത്? ഈ നാവ് കൊണ്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലി. വെള്ളിയാഴ്ച ദിവസം അല്ലാഹുവിന്റെ ഹബീബിന്റെ മേലില് സ്വലാത്തങ്ങ് ചൊല്ലിക്കഴിഞ്ഞാ മദീന റൗദയിൽ കിടക്കുന്ന മുത്തുനബി ആ സ്വലാത്ത് നാം നേരിട്ട് കേൾക്കുമെന്ന് പറഞ്ഞില്ലേ? ഒന്ന് ചിന്തിക്കൂ, നെഞ്ഞത്ത് കൈവച്ചുകൊണ്ട് സഹോദരാ, ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ആരൊക്കെയാ ഒരു 100 വട്ടം സ്വലാത്ത് ഹബീബിന് ചൊല്ലിയിട്ടുള്ളത്? ആരൊക്കെയാ തസ്ബീഹ് ചൊല്ലിയിട്ടുള്ളത്? ആരൊക്കെയാ ദിക്ർ ചൊല്ലിയിട്ടുള്ളത്? ഇന്ന് നിങ്ങൾ ആരെങ്കിലും റബ്ബിന്റെ ഖുർആനിന്റെ ആയത്തിലേക്ക് നോക്കിയിട്ടുണ്ടോ? ഇന്ന് മുസ്ഹഫ് തൊട്ടിട്ടുണ്ടോ? ഈ റമദാൻ അങ്ങ് വിട പറഞ്ഞിരിക്കുന്ന അന്ന് പൂട്ടി വെച്ചിരിക്കുന്ന ഖുർആൻ നിങ്ങളുടെ വീട്ടിനകത്ത്
കാണോ? ഇന്നേ വരെ തൊട്ട് നോക്കിയിട്ടില്ല. ഇങ്ങനെ യഥാ ദിവസങ്ങൾ എങ്ങനെ കഴിഞ്ഞ് പോവുകയാ. ഈ ആഴ്ചയിൽ ആരൊക്കെയാ ഖുർആൻ ഓതിയത്? ഈ മാസം ആരൊക്കെയാ ഖുർആൻ ഓതിയത്? ഈ മാസം ആരൊക്കെയാ ഖത്തം തീർത്തത്? ഒന്ന് ചിന്തിക്കൂ. ഇല്ല എന്ന മറുപടി കിട്ടും. എന്റെ ഉമ്മമാരെ, ദിവസങ്ങൾ ആരെയും കാത്തിരിക്കാതെ കടന്ന് പോകുമ്പോ ഒരു ദിവസം അതാ നമ്മൾ മരിക്കുമെന്ന ബോധം നമ്മുടെ കൽബിന്റെ അകത്തില്ല. എന്തുകൊണ്ടാ ഖുർആൻ ഓതാത്തത്? മരിക്കുമെന്ന് മറന്നത് കൊണ്ടല്ലേ? മരണത്തെ മറന്നത് കൊണ്ടല്ലേ? ഒന്ന് ചിന്തിക്കൂ. റബ്ബ് തന്നിരിക്കുന്ന സമയം അതാ ഒരാളെ പോലെ കാത്തിരിക്കാതെ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നു. ബൈനകുമുൽ മൗത വമാ നഹ്നു ബിമസ്ബൂഖീൻ ലാ അൻ നുബദ്ദില അംസാലകും വനുൻശിഅകും ഫീമാ ലാ തഅലമൂൻ വലഖദ് അലിംതുമുൻ നശ്അത്തൽ ഊലാ ഫലൗലാ തദക്കറൂൻ. നിസ്കാരം കൃത്യമായിട്ടില്ല. ഇന്ന് ഖുർആൻ ശരീഫ് തൊട്ട് നോക്കിയിട്ടില്ല. ഇന്ന് ഈ നാവ് കൊണ്ടൊരു തസ്ബീഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന തസ്ബീഹ് ഒറ്റവട്ടം പോലും ചൊല്ലിയിട്ടില്ല എന്നായിരിക്കും പല ആളുകൾക്കും മറുപടി തരാനുള്ളത്. നിങ്ങൾ ചിന്തിക്കുക. മരണത്തെ മറന്നത് കൊണ്ടല്ലേ? തിന്നാൻ ആരെങ്കിലും മറന്നോ? ഭക്ഷണം കഴിക്കാൻ ആരെങ്കിലും മറന്നോ? ഇല്ലല്ലോ, ഒന്നും നമ്മൾ മറക്കുന്നില്ല. റബ്ബേ, മരണത്തെ മറക്കുമ്പോഴല്ലേ ഈ കാര്യങ്ങളൊക്കെ നിർത്തിവെക്കരുത്. എന്നാൽ അള്ളാഹു തന്ന ആയുസ് ആരും കാത്തിരിക്കില്ല. വയസ്സ് 40 കഴിഞ്ഞു, 50 കഴിഞ്ഞു, 60 കഴിഞ്ഞു, 70 കഴിഞ്ഞ് ഇങ്ങനെ കടന്നുപോയി. ഒരു ദിവസം അതാ റബ്ബ് തന്ന സമയം അങ്ങ് തീരുകയാണ്. സുബ്ഹാന റബ്ബി, അല്ലാഹു തന്നിരിക്കുന്ന സമയം അങ്ങ് തീരുമ്പോൾ നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത വമാ നഹ്നു ബിമസ്ബൂഖീൻ. അല്ലാഹു തന്ന സമയം അങ്ങ് തീരുമ്പോൾ ഏൽപ്പിച്ചിരിക്കുന്ന മലക്കഥാ റൂഹ് പിടിക്കാൻ വേണ്ടി വരുന്നു. ആരാണ്? സയ്യിദുനാ അസ്റാഗീൽ. മരണമടുത്തു വന്ന് നിന്നെ വിളിച്ചിടുന്നേ, മാറി കളിച്ചിടണ്ട, സമയം മടുത്തു വന്ന്. അസ്റാഗീൽ ഒരു നാളിൽ വീട്ടിൽ കയറിയിടുന്നേ, അനുവാദം ചോദിക്കാതെ റൂഹ് പിടിച്ചിടുന്നേ. ഒരു ദിവസം അതാ റൂഹ് പിടിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദുനാ അസ്റാഗീൽ അലൈഹിസ്സലാം അങ്ങ് വരുമ്പോൾ ഈ മനുഷ്യനെ റൂഹ് പിടിക്കാൻ അവന്റെ മുമ്പിലേക്ക് എത്തുന്ന സമയം ഇയാൾ ചിന്തിക്കുന്ന, അല്ലാഹ്, എങ്ങനെയാ മരണപ്പെട്ടുകൊണ്ട് പള്ളിപ്പറമ്പിന്റെ കബറാകുന്ന വീട്ടിന്റെ അകത്ത് നിന്ന് കിടക്ക. അല്ലാഹ്, ഇതുവരെ 100-150 സ്ക്വയർ ഫീറ്റ് വീതിയുള്ള റൂമിന്റെ അകത്ത് കിടന്നിറങ്ങിയിരിക്കുന്ന ഞാന്, 5 അടിയും 6 അടിയും വീതിയുള്ള വലിപ്പമുള്ളതായിരിക്കുന്ന നല്ലതായിരിക്കുന്ന ബെഡിന്റെ മുകളിൽ കിടന്നിറങ്ങിയിരിക്കുന്ന ഞാന് ഇനി കിടക്കുന്നത് റബ്ബിന്റെ ഭൂമിക്കടിയിൽ കിടക്കുന്ന പച്ച മണ്ണിലാണല്ലോ. എങ്ങനെയാണ് ഖബർക്കങ്ങ് ചെല്ലുക? എന്നോട് എന്റെ റബ്ബ് പറഞ്ഞിരിക്കും, നിസ്കാരം ഞാൻ നിസ്കരിച്ചിട്ടില്ല അല്ലാഹ്, ഖുർആൻ ഞാൻ ഓതിയിട്ടില്ല അല്ലാഹ്, തസ്ബീഹ് ഞാൻ ചൊല്ലിയിട്ടില്ല അല്ലാഹ്, ദിക്ർ ഞാൻ ചൊല്ലിയിട്ടില്ല അല്ലാഹ്, ഇന്നേ വരെ കൃത്യമായിട്ട് നിസ്കാരം എന്റെ കൃത്യമായിട്ട് കൊണ്ട് നടന്നിട്ടില്ല റബ്ബ്. എങ്ങനെയാ മരണപ്പെട്ടുകൊണ്ട് ഖബറാകുന്ന വീട്ടിലേക്ക് ചെല്ലുകയാകുന്ന മരിക്കുന്ന സമയത്ത് ഇയാളെ കൽബിന്റെ അകത്ത് വരുമ്പോ ഈ മനുഷ്യൻ റബ്ബിനോട് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇത് എന്റെ വാക്കല്ല, റബ്ബിന്റെ ഖുർആൻ പറയുന്ന, റബ്ബിനൗല അഖർതനീ ഇലാ അജലിൻ ഖരീബ് ഫഅസ്ദഖ വഅകുൻ മിന സാലിഹീൻ വലൻ
യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന മരിക്കുന്ന സമയം അങ്ങെത്തുമ്പോൾ അപ്പോളാ ചിന്തിക്കുന്നത് എങ്ങനെയാ ഖബറാകുന്ന വീട്ടിൻ്റെ അകത്ത് ചെന്ന് കിടക്ക. അതുകൊണ്ട് റബ്ബിനോട് മരിക്കുന്ന സമയത്ത് ആ സമയത്ത് അവൻ ചോദിക്കുന്ന റബ്ബി ലൗലാ അഖർതനീ, എന്നെ മരിപ്പിക്കല്ല അല്ലാ, എന്നെ മരിപ്പിക്കല്ല അല്ലാ, എന്നെ മരിപ്പിക്കല്ല അല്ലാ. ഞാൻ നിസ്കരിച്ചിട്ടില്ല അല്ലാ, ഖുർആൻ ഓതിയിട്ടില്ല അല്ലാ, തസ്ബീഹ് ചൊല്ലിയിട്ടില്ല അല്ലാ, ദിക്ർ ചൊല്ലിയിട്ടില്ല അല്ലാ, നേരായിരിക്കുന്ന മാർഗത്തിലൂടെ ജീവിച്ചിട്ടില്ല റബ്ബേ. എങ്ങനെയാണ് ഖബറെന്ന് പറയുന്ന വീട്ടിൻ്റെ അകത്ത് ചെന്ന് കിടക്കാ? അതുകൊണ്ട് എന്നെ റൂഹ് പിടിക്കാതെ എനിക്കൊന്നും കൂടെ സമയം നീട്ടിത്തരുമോ അല്ലാ? 50-ാമത്തെ വയസ്സിൽ മരിക്കുന്നൊരു ഉപ്പയതാ പറയുന്ന റബ്ബേ, 50 കൊല്ലം നീ തന്നില്ല എനിക്ക് ആയുസ്. ഈ 50 കൊല്ലം കൃത്യമായിട്ട് ഞാൻ എത്ര ജുസ്അകളാ എത്ര ഖത്മുകളാ ഖുർആൻ ഓതിയിട്ടുള്ളത്? ഇല്ല റബ്ബേ, ഓതിയിട്ടില്ല റബ്ബേ. അതുകൊണ്ട് അല്പം കൂടെ സമയം എനിക്ക് നീട്ടിത്തന്ന് കഴിഞ്ഞാ ഫസദ്ദഖ വഅകുൻ മിനസ് സാലിഹീൻ. അന്നാകെ ഞാൻ ജീവിക്കാം, അന്നാകെ ഞാൻ പ്രവർത്തിക്കാം. ഉസ്മാനെ തരോ? അള്ളാഹുവിൻ്റെ ഖുർആൻ വ്യക്തമായി പറയുന്നു, വലം യുഅഖിറല്ലാഹ്, ഒരൊറ്റ സെക്കൻഡും ഇദാ ജാഅ അജലുഹ, ടൈമങ്ങെത്തിയാൽ ഒരു സെക്കൻഡും ഒരാൾക്കും അള്ളാഹു വിട്ടുകൊടുക്കില്ല. ചെന്ന് കിടക്കുന്ന ഖബർ അപ്പളാ ഓർമ്മ. അതുവരെ നമുക്ക് ചിന്തിക്കണം, അന്ത്യം നമുക്ക് ഇവിടുന്ന് പോയിട്ട് കിടക്കുന്ന ഖബർ എനിക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ ആ കിടക്കുന്ന ഖബർക്കുള്ള സാധനങ്ങൾ നമ്മളിവിടുന്ന് ഒരുക്കൂലേ? എന്താ സാധനങ്ങൾ? ഖുർആനാണ്, ഹദീസാണ്. നിങ്ങളെല്ലാവരും പത്രം വായിച്ച്, സുപ്രഭാതം വായിക്കും, ചന്ദ്രിക വായിച്ചു, മനോരമ വായിച്ചു, മാതൃഭൂമി, എല്ലാ പത്രവും നമ്മൾ വായിക്കും. പക്ഷേ ഒറ്റ വട്ടങ്ങൾ ചിന്തിച്ചു നോക്കും, ഒരു 5 മിനിറ്റ് ഞാൻ കുറച്ചോനെ അള്ളാൻ്റെ ഖുർആനൊന്ന് ഓതട്ടെ, അതല്ലേ ഞാൻ കിടക്കുന്ന ഖബർക്ക് ഉണ്ടാകുള്ളൂ. നമുക്ക് കൃത്യമായിട്ട് ബോധമില്ലാത്തതിൻ്റെ പേരിൽ അതൊക്കെ സംഭവിക്കണം. ഞാൻ ഒന്ന് പറയട്ടെ, ഈ റമദാനിൻ്റെ 2 ആഴ്ച മുമ്പ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു കുട്ടി മരണപ്പെട്ടു. ആ മരണപ്പെട്ട കുട്ടിൻ്റെ ബാപ്പയുടെ ഒരു ചിന്ത, ഒരു ചോദ്യം, ആ ഒരു ചോദ്യം നമ്മുടെ കൽബിൻ്റെ അകത്ത് ബാക്കിയുണ്ടെങ്കിൽ, അതായത് അന്ത്യം ആ ഒരു രംഗം നമ്മളുടെ മനസ്സിൻ്റെ അകത്തുണ്ടെങ്കിൽ ഒരാളും തെറ്റ് ചെയ്യില്ല, ഒരാൾ തമ്മാടിയാകില്ല, ഒരാൾ കള്ളൂടിനാകില്ല, ഒരാൾ പെണ്ണുപിടിയനാകില്ല, ഒരാൾ ഒരു വക്ത നിസ്കാരം പോലെ ഒഴിവാക്കില്ല. എൻ്റെ ഒരു അനുഭവം പറയാം, ശ്രദ്ധിക്കണം. ഞാൻ സ്ഥിരമായിട്ട് ക്ലാസ്സിനൊക്കെ പോകുന്ന സ്ഥലത്ത് എല്ലാ ക്ലാസ്സിനും സ്ഥിരം പങ്കെടുക്കുന്നൊരു വളരെ വലിയ സമ്പന്നനായിരിക്കുന്നൊരു ചെറുപ്പക്കാരൻ, 32 വയസ്സോളം അദ്ദേഹത്തിനുണ്ടാകും. അദ്ദേഹം എനിക്ക് ഫോൺ വിളിച്ച് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ കുട്ടി, അദ്ദേഹത്തിന് 5 വയസ്സുള്ള പൊന്നുമോനും റോഡ് സൈഡിലാണ് വീടും, ഇതുപോലത്തെ റോഡ് സൈഡിലാണ് വീടും. ഈ കുട്ടി കളിക്കാൻ വേണ്ടി മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ, റോട്ടുമൊക്കെ ഇറങ്ങിയപ്പോൾ ഒരു ബൈക്ക് വന്ന് കുട്ടീനെ ഇടിച്ചു. അവിടെ കിടന്ന കുട്ടി പിടഞ്ഞ് അങ്ങനെ മരിച്ചു. 2ാമത് ഹോസ്പിറ്റലിലേക്ക് പോലും എത്താൻ സമയം കിട്ടില്ല, അപ്പം തന്നെ ആരുടെ മരണപ്പെട്ടു. ചുരുക്കി പറയട്ടെ, ഈ മയ്യത്ത് വിവരം പറഞ്ഞ് ഞാൻ വീട്ടിലേക്ക് ചെന്നു. ആ വീട്ടിൽ ആര് ചെന്നാലും കരയും. ഈ കുട്ടിൻ്റെ അവസ്ഥ ഓർത്തിട്ടല്ല, കുട്ടീനെ മയ്യത്ത് കണ്ടിട്ടുമല്ല. പക്ഷേ ഈ മരണപ്പെട്ട് കിടക്കുന്ന പൊന്നുമോനെ 5 വയസ്സുള്ള കുട്ടിൻ്റെ ഉപ്പ, ഞാൻ പറഞ്ഞ എൻ്റെ സുഹൃത്ത്, ഈ ഉപ്പാനെ കണ്ടാൽ ആരും ഒന്ന് കരയും. കാരണം ഈ ഉപ്പാൻ്റെ കണ്ണിന്ന് കണ്ണുനീരല്ല ഒലിക്കുന്നത്, കണ്ണുനീരിന് പകരം രക്തം ഒലിക്കുന്നത് പോലെ തോന്നും നമുക്ക്. കണ്ണൊക്കെ ചുവന്നിങ്ങനെ വാർന്ന് ഒലിച്ചു കൊണ്ടേയിരിക്കുക. ആരോടും മിണ്ടുന്നില്ല, സംസാരമില്ല. റൂമിൻ്റെ സിറ്റ് ഔട്ടിന് മുമ്പ് തന്നെ കസേരയിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ കരയാം. എന്നെ ഈ മനുഷ്യൻ കണ്ടു, ഞാൻ വന്ന് സലാം പറഞ്ഞു, എന്നെ കെട്ടിപ്പിടിച്ച്, മോനെ ഉസ്താദേ എൻ്റെ മോൻ പോയി, കാണണ്ടെന്ന് പറഞ്ഞ് എന്നെ കൂട്ടി റൂം സിറ്റ് ഔട്ടെന്ന് അകത്ത് കിടന്നു. ഡൈനിങ് ഹാളിലാണ് മയ്യത്ത് കിടത്തിയത്. ആ മയ്യത്തിൻ്റെ അരികിലേക്ക് എത്തി. പൊന്നുമോനെ മുഖത്തത് ആ തുണിയിട്ടിങ്ങനെ മയ്യത്ത് കിടത്തിയിരിക്കുക. ആ മയ്യത്തിൻ്റെ മുഖത്തുള്ള തുണി അങ്ങോട്ട് നീക്കിയിട്ട് ഈ മനുഷ്യൻ ആ കുട്ടിനെ വാരി എടുത്തിട്ട് മാറി 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 ചുംബനം കൊടുക്കുക. ചുംബിച്ചിട്ട് ഇയാളിങ്ങനെ പൊട്ടി കരഞ്ഞു. വീട്ടുകാരെ വന്നു, ഈ മനുഷ്യൻ്റെ അനുജന്മാർ ഏട്ടന്മാർ വന്ന് ഇയാളെ പിടിച്ച് മാറ്റി. അങ്ങനെ മാറ്റി കസേരയിൽ കൊണ്ടുപോയി ഇരുത്തി. ഈ മനുഷ്യൻ ഇങ്ങനെ വിറച്ച് കരയുന്നുണ്ട്. അപ്പോഴാണ് ഈ മനുഷ്യൻ്റെ അനുജം എന്നോട് പറഞ്ഞ, ഉസ്താദേ, വല്ലാത്ത വിഷമം, വല്ലാത്ത രംഗം, മരണപ്പെട്ട ദുഃഖം ഞങ്ങളെ മനസ്സിൻ്റെ അകത്തുണ്ട്. പക്ഷേ ഏറ്റവും ഞങ്ങളെ വേദനിപ്പിക്കുന്നത് എൻ്റെ ഏട്ടൻ്റെ കരച്ചിലാണ്.
ഏട്ടൻ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞു. ആര് വന്ന് മയ്യത്ത് കണ്ടാലും ആ മയ്യത്തെടുത്തിട്ട് ചുംബനം കൊടുത്ത് കരയാ. ഒരു സമാധാനത്തിൻ്റെ വാക്കെൻ്റെ ഏട്ടനോടൊന്ന് പറയണം, അല്ലെങ്കിൽ എൻ്റെ ഏട്ടൻ മരിച്ചു പോകുമെന്ന് പേടി ഞങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു? ഈ മനുഷ്യനെ മെല്ലെ വിളിച്ചു, വീട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. മെല്ലെ ഇങ്ങനെ പോയിട്ട് ഞാൻ അന്നൊരു സമാധാനിപ്പിക്കാൻ എന്നെ ഏൽപ്പിച്ചതല്ലേ, എന്താ നമ്മൾ പറയാം, സഹിക്കണം ക്ഷമിക്കണം എന്നല്ലേ. ഞാൻ അദ്ദേഹത്തെ കൊണ്ടുപോയി സമാധാനത്തിൻ്റെ വാക്ക് പറയാൻ തുടങ്ങിയപ്പം ഒരു ചോദ്യം ഇയാൾ ചോദിച്ചു. ഈ ചോദ്യം നമുക്കാർക്കും മറന്നിട്ടുണ്ട്. സത്യത്തിൽ ഈ ഒരു ചോദ്യം നമുക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ നമ്മൾ ആരും അന്തം വിട്ട് നടക്കൂല. കൃത്യമായിട്ട് ആ ഒരു ചോദ്യം മറന്നവരാണ് ഈ കാലഘട്ടത്തിലെ ആളുകളൊക്കെ. എന്താ മനുഷ്യൻ ചോദ്യം? ഞാൻ ഇയാളെ സമാധാനിപ്പിക്കുമ്പോൾ ഇയാൾ കരഞ്ഞുകൊണ്ട് ചോദിക്കുക, സുബ്ഹാന റബ്ബീ. ഉമ്മമാരെ ഉപ്പമാരെ മറക്കല്ലേ, ആളോട് ഞാൻ സമാധാനത്തിൻ്റെ വാക്ക് പറയുമ്പോൾ എന്നെ വിളിച്ചുകൊണ്ട് ചോദിക്കും, ഉസ്താദേ എൻ്റെ പൊന്നുമോന് 5 വയസ്സേ ആയിട്ടുള്ളോ, ഈ 5 വയസ്സിൻ്റെ ഇടയിൽ 5 കൊല്ലമില്ലേ എന്നോടൊപ്പമോ എൻ്റെ ഭാര്യയോടൊപ്പമോ അല്ലാതെ എൻ്റെ പൊന്നുമോനെ കിടന്നുറങ്ങിയിട്ടില്ല. ഞങ്ങളോടൊപ്പമോ എൻ്റെ പൊന്നുമോ കിടന്നുറങ്ങാറുള്ളത്. ഈ 5 കൊല്ലം ഞാനും എൻ്റെ ഭാര്യയുമില്ലാതെ ഒരു ദിവസം പോലും ഒരാളോടൊപ്പം ഉറങ്ങിയിട്ടില്ല. അറിയില്ല, സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാ രാത്രിയായാൽ വൈകുന്നേരം രാത്രിയായി കഴിഞ്ഞാൽ ഒരു റൂമിൻ്റെ അകത്ത് നടുത്ത റൂമിലേക്ക് പോകാനും പേടിയുള്ള മകനാണ് എൻ്റെ പൊന്നുമോൻ. ഒരു റൂമിൻ്റെ അകത്ത് നടുത്ത റൂമിൽ പോലും തനിച്ചവൻ പോകില്ല. ഇരുട്ടായാൽ പേടിച്ച് കരയും എൻ്റെ പൊന്നുമോനെ. മണിക്കൂറുകൾ കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുപോയിട്ട് കബറാകുന്ന വീട്ടിൻ്റെ അകത്ത് തനിച്ച് കൊണ്ടുപോയി കിടത്തേണ്ട ഉസ്താദേ, എങ്ങനെയാ കബറാകുന്ന വീട്ടിലേക്ക് ഇറക്കി വെക്കുക? എങ്ങനെയാണ് പള്ളിപ്പറമ്പിന്റെ കബറൊക്കെ ഇറക്കി വെക്ക? മണിക്കൂർ കഴിഞ്ഞാൽ എൻ്റെ പൊന്നുമോനെ തനിച്ചാണ് കിടക്കുന്ന കബറാകുന്ന വീട്ടിൻ്റെ അകത്ത്. 6 അടി മണ്ണറയിൽ എനിക്ക് കിടക്കാൻ എൻ്റെ പൊന്നുമോ തനിച്ചല്ലയോ എന്ന് പറഞ്ഞിട്ട് ഇയാളെ പറയുന്ന ഉസ്താദേ, നല്ല മഴ പെയ്യുന്ന കാലമായിരുന്നോ, നല്ല മഴ പെയ്യുന്നുണ്ടല്ലോ. ഈ മഴ പെയ്ത് കൊണ്ടിരിക്കുന്ന വെള്ളമെല്ലാം എൻ്റെ പൊന്നുമോന്റെ ഖബറിലേക്ക് ഒലിച്ചിറങ്ങില്ലേ? ആ വെള്ളമുള്ള ഖബറക്കല്ലേ എൻ്റെ മോനെ ഇറക്കി വെക്കേണ്ടത്? എങ്ങനെയാ സമാധാനം ലഭിക്കുക? എങ്ങനെയാണ് എൻ്റെ മനസ്സെന്ന് ഈ ചിന്ത മാഞ്ഞു പോവുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പല വാക്കും ഇയാളെ പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിച്ചപ്പോൾ ഈ മനുഷ്യൻ എന്നെ കൈ പിടിച്ചിട്ട് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് പറയുന്നു, ഉസ്താദേ എന്ത് പറഞ്ഞാലും മനസ്സിന് സമാധാനം കിട്ടുമെങ്കിൽ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. ഇന്ന് രാവിലെയാണ് എൻ്റെ പൊന്നമോനെ ബൈക്കിടിച്ചിട്ട് മരണപ്പെട്ടത്. ഈ 5 വയസ്സിൻ്റെ ഇടയിൽ ഇന്നേ വരെ ഞാൻ എൻ്റെ മോനെ വടിയെടുത്തിട്ട് അടിക്കാറില്ലായിരുന്നു. അറിയില്ല, ഇന്നലെ ഇന്ന് മരിക്കും, ഇന്ന് രാവിലെയാണെങ്കിൽ ഇന്നലെ എൻ്റെ പൊന്നമോനൊരു കുഴപ്പമില്ല. ഇന്നലെ വൈകുന്നേരം ഒരു ബിസിനസിന്റെ ടെൻഷനുമായിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നു. ബിസിനസിന്റെ ദേഷ്യം പിടിച്ചുകൊണ്ട് ബിസിനസിന്റെ ടെൻഷനുമായി കടന്നു വന്നു. റൂമിൻ്റെ അകത്തിരുന്ന് കൊണ്ട് ഞാൻ കണക്ക് കൂട്ടുമ്പോൾ എൻ്റെ പൊന്നമോൻ എന്തൊക്കെയോ കുരുത്തക്കെട് കാണിച്ചുകൊണ്ട് പൊട്ടി പൊട്ടി കരഞ്ഞപ്പോൾ ആദ്യമായിട്ട് എനിക്ക് ദേഷ്യം വന്ന് ഇന്നലെ ഞാൻ വടിയെടുത്തിട്ട് എൻ്റെ പൊന്നമോനെ ഒരു പാടങ്ങ് അടിച്ചു പോയി. ഈ സങ്കടമാണ് മനസ്സിന്ന് നീങ്ങാതെ കിടക്കുന്നത്. ഇന്നലെ ഞാൻ വടിയെടുത്തിട്ട് എൻ്റെ മോനെ ഒരു പാടങ്ങ് അടിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ എൻ്റെ പൊന്നുമോനെ വീട്ടിൻ്റെ മുറ്റത്ത് വെച്ചുകൊണ്ട് ബൈക്കടിച്ചുകൊണ്ട് പിടഞ്ഞങ്ങ് മരണപ്പെട്ടപ്പോൾ എൻ്റെ സഹോദരാ, ചുരുക്കി പറയട്ടെ, മണിക്കൂറുകൾ കഴിയുന്നു, മയ്യത്ത് കുളിപ്പിക്കുന്നു, കഫൻ ചെയ്യുന്നു, മയ്യത്തതാ നിസ്കരിക്കാ പള്ളിയിൽ കൊണ്ടുപോയി വെച്ചോ. നിസ്കാര പള്ളിയിൽ വെച്ചോ നിസ്കരിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞുകൊണ്ട് മയ്യത്തങ്ങെടുക്കല്ലേ, കബറക്കെടുക്കല്ലെന്ന് ചോദിച്ചപ്പോൾ ഈ ബാപ്പയതാ ഓടി വന്നുകൊണ്ട് പറയുന്ന, മയ്യത്തെടുക്കല്ല, നല്ല മഴ പെയ്യുന്നുണ്ട്, എൻ്റെ മോനെ കബറിൽ വെള്ളമുണ്ടോ ഞാൻ നോക്കിയിട്ട് വരാ. കൂട്ടുകാര് പറയുന്ന, കുടുംബക്കാര് പറയുന്നില്ല, ഖബറിന്റെ മേലെ ദാർപ്പായി കെട്ടിയിട്ട് വെള്ളം ഒഴിച്ചു വിട്ടിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞപ്പോൾ ഇയാളെ പറയാണെന്നാൽ എൻ്റെ മോനെ ഖബറൊക്കെ ഇറക്കി വെക്കല്ലേ, അവസാനമായിട്ട് എൻ്റെ പൊന്നുമോനെ മുഖമൊന്ന് എനിക്കൊന്ന് കാണിച്ചു തരുമോ?
ഒരു പിതാവിന്റെ സങ്കടം പിടിച്ചിരിക്കുന്ന കരച്ചിലങ്ങോട് വന്നപ്പോൾ അറിയില്ലേ, പള്ളിയിൽ വെച്ചുകൊണ്ട് മയ്യത്തിന്റെ തലഭാഗത്തുള്ള കെട്ടയിച്ചു കൊണ്ടതാ ഈ മനുഷ്യന്റെ പൊന്നുമോനെ മയ്യത്തിന്റെ മുഖം അങ്ങ് കാണിച്ചു കൊടുക്കുമ്പോൾ ആ മുഖത്തേക്ക് നോക്കി കിട്ടിയാള് പറയുന്ന, മോനെ നീ കബറക്ക് പോവുക അല്ല മോനെ, മോനെ ഇന്നലെ ഉപ്പ നിന്നെ അടിച്ചില്ല മോനെ, അത് ഉപ്പാക്ക് വെറുപ്പുണ്ടായിട്ടടിച്ചതല്ല, ഇന്നലെ ഉപ്പ അടിച്ചിരിക്കുന്നത് എൻ്റെ പോനോട് വെറുപ്പുണ്ടായിട്ടല്ല, ദേഷ്യമുണ്ടായിട്ടല്ല, എനിക്ക് മാപ്പ് നൽകണം മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളതാ പൊട്ടി 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 കരഞ്ഞുകൊണ്ട് ആ പള്ളിക്കകത്തതാ ബോധം കെട്ടങ്ങ് വീണ് കിടക്കുകയാണ്. ചിന്തിക്കണല്ല സഹോദരന്മാരും, അന്ന് കൂടിയ ഒരാൾ പോലും കരയാൻ ബാക്കിയില്ല. എത്ര സമ്പത്ത് ഈ മനുഷ്യന്റെ കയ്യിലുണ്ട്. അള്ളാഹു വെല്ലുവിളിക്കുന്നു, സുബ്ഹാന റബ്ബി, അല്ലാഹു തആല വെല്ലുവിളിക്കുന്ന മനുഷ്യ, ഫലൗലാ ഇദാ ബലഅത്തിൽ ഹൽഖൂ വഅൻതും ഹീനഇദ തൻദുറൂൻ വനഹ്നു അഖറബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീനി തർജിഊനഹാ ഇൻ കുൻതും സാദിഖീൻ. നിങ്ങളെ കയ്യിൽ കടന്നു കൊടുന്ന പൊന്നുമക്കളതാ പിടഞ്ഞ് പിടഞ്ഞ് മരിക്കുമ്പോൾ വലിയ പണക്കാരാണ്, സമ്പന്നന്മാരാണ്, കോടീശ്വരന്മാരാണെങ്കിലോ ആ പൊന്നു പോകുന്ന മയ്യത്തിനെ പിടിച്ചു വെക്കാൻ പറ്റുമോ നിനക്ക്? ആ പോകുന്ന മയ്യത്തിനെ പിടിച്ച് നിന്റെ റൂമിന്റെ അകത്ത് കിടത്താൻ പറ്റുമോ നിനക്ക്? മരിക്കുന്ന പൊന്നമോനെ വിളിച്ചു പറയുന്നു, വക്കീല മൻറാഖ് വക്കീല മൻറാഖ്. എല്ലാവരും ചിന്തിക്കുക, അപ്പം ആ ഒരു രംഗം എനിക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ ഞാൻ തെറ്റ് ചെയ്യോ? ഇന്ന് നിങ്ങളിത് മറന്നോടല്ലേ ഇന്ന് ഖുർആൻ ഓതാൻ മറന്നത്? ഇന്ന് ആ രംഗം നമുക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ ഖുർആൻ ഓതാതെ ഇന്ന് വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങുക? ഇന്നെങ്ങനെ ഒരു സുബ്ഹാനല്ലാഹ് ഒരു 10 വട്ടം ഇങ്ങനെ പറയട്ടെ, റബ്ബേ എനിക്ക് മരിച്ചു പോകണ്ടേ എന്ന് ഓർമ്മ ഉണ്ടെങ്കിൽ ഓൻ എങ്ങനെ അത് ചെല്ലാതെ പോകുക? ഈ ഒരു കൃത്യമായ ബോധമുള്ള ആളെങ്ങനെ ആളെ പറ്റിക്കുക, എങ്ങനെ ആളെ ചതിക്കുക, എങ്ങനെ ഹറാമ് ചെയ്യുക, എങ്ങനെ കള്ളുടിക്കുക, എങ്ങനെ ആൻസ് എടുത്തിട്ട് അവൻ്റെ ചുണ്ടിൻ്റെ ഇടയിൽ വെച്ചു കൊടുക്കുക, എങ്ങനെയാണ് പാൻപരാക്കിൻ്റെ മസാലകൾ ഭക്ഷിക്കുക? അല്ലാഹുവിനെ പേടിയുള്ളവൻ അങ്ങനെ ചെയ്യും. ഈ കൃത്യമായിട്ട് ഈ രംഗം മറന്നത് കൊണ്ടല്ലേ മനുഷ്യവർഗത്തിന് തെറ്റ് പറ്റിയത്. എൻ്റെ സഹോദര, ഞാൻ പറഞ്ഞു വന്നത്, മരിക്കുന്ന ആ സമയം എത്തുന്നത് വരെ ആളുകൾ കളിക്കും, രസിക്കും. പക്ഷേ അതെത്തിയാൽ മനുഷ്യൻ സങ്കടത്തോടെ പറയും, അല്ലാഹുവേ എനിക്ക് സമയം നീട്ടിത്തരുമോ, എനിക്കെൻ്റെ സമയം നീട്ടിത്തരുമോ, സമയം നീട്ടിത്തരുമോ എന്ന് പറഞ്ഞ് പൊട്ടി പൊട്ടി കരയും മനുഷ്യന്മാർ. ഒരു സെക്കൻഡ് പോലും അല്ലാഹു ഒരാൾക്ക് വിട്ടുകൊടുക്കില്ല. ഇത് കേട്ടാൽ നിങ്ങളൊക്കെ ചിന്തിക്കും, ഉസ്താദേ, ചെറുപ്പക്കാർ ചിന്തിക്കും, ആ വയസ്സ് കുറച്ചങ്ങനെ ആകട്ടെ, ഒരു 40 വയസ്സെങ്കിലും ആകട്ടെ, എന്നാൽ പിന്നെ പള്ളിയും നിസ്കാരവുമായിട്ട് അങ്ങ് നടക്കാം, ഇപ്പം ഞങ്ങളെ പ്രായമല്ലേ, ഇപ്പം ഞങ്ങളെ സമയമല്ലേ എന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന ചെറുപ്പക്കാർക്ക് വേണ്ടി ഒരു അനുഭവത്തിൻ്റെ കഥ കൂടെ ഞാൻ പറയട്ടെ. ഏത് സമയത്തും മരണം മറന്ന് ജീവിക്കുന്ന മനുഷ്യനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഞാൻ പറയാം. എൻ്റെ ജീവിതത്തിലുണ്ടായൊരു അനുഭവം, ഈ പ്രസംഗവുമായി പല നാട്ടിലേക്ക് നടക്കുന്നത് കൊണ്ടുണ്ടായിരിക്കുന്ന അനുഭവം പറയാണ്. 28 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ മരണ വാർത്ത ഞാൻ എൻ്റെ സദസ്സിൽ ആദ്യമായി ചെല്ലുന്ന വേദികളൊക്കെ പറയാറുണ്ട്. ഞാൻ എവിടെ പോകാനും ഈ ഒരു മരണം പറയാറുണ്ട്. കാരണം എൻ്റെ മനസ്സിനെ ഏറ്റവും വേദനിപ്പിച്ചൊരു സുഹൃത്തിൻ്റെ മരണം, ഒരു കൂട്ടുകാരൻ്റെ മരണം. 28 വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരൻ മലപ്പുറം ജില്ലയിലെ ഏകദേശം 2 വർഷം മുമ്പ് മരണപ്പെട്ടു. ഈ മനുഷ്യൻ മരിക്കുന്ന രംഗം നോക്കൂ നിങ്ങൾ. പ്രമേഹം രോഗം ഇദ്ദേഹത്തിനില്ല, പ്രഷറില്ല, കൊളസ്ട്രോളില്ല, ഹാർട്ടിൻ്റെ കംപ്ലൈൻറ്റ്, വൃക്ക കംപ്ലൈൻറ്റ്, ഒരു കുഴപ്പം, ഒരു രോഗമില്ലാത്ത നല്ലൊരു യുവാവ്, നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ. 28 വയസ്സുള്ള ഈ മനുഷ്യൻ രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്കിറങ്ങി. 2 മക്കളുണ്ട്. ജോലിക്കിറങ്ങി. എന്താ ജോലി? ടൈൽസും മാർബിളൊക്കെ ഒട്ടിക്കുന്ന പണിയാണ്. അങ്ങനെ ജോലി സ്ഥലത്തെത്തി 2 മണിക്കൂർ ഇയാൾ പണിയെടുത്തു. 7 മണിക്ക് തുടങ്ങിയ ജോലി 9 മണി വരെ ഇയാൾ പണിയെടുത്തു. അതായത് 2 മണിക്കൂർ. 9 മണിയായപ്പോൾ ഈ മനുഷ്യൻ കട്ടർ കൊണ്ട്, മെഷീൻ കൊണ്ട് ഒരു ടൈൽസ് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മുറിക്കുമ്പം പെട്ടെന്ന് ഇയാൾക്കൊരു നെഞ്ചുവേദന വന്നു. നെഞ്ചുവേദന വന്നു. ശരീരത്തിന് നെറ്റിത്തട മൊത്തം അങ്ങോട്ട് വിയർത്തങ്ങോട്ട് ഒലിച്ചു. ഇയാൾ കൂടെ നിൽക്കുന്ന കൂട്ടുകാരാകെ പേടിച്ചു. അദ്ദേഹത്തിൻ്റെ ബൈക്കിൽ തന്നെ ഇരുത്തി അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആൾക്ക് നെഞ്ചുവേദനയാണെന്ന് പറഞ്ഞു.
ഡോക്ടർ പറഞ്ഞു നെഞ്ചുവേദന ആണെങ്കിൽ ECG എടുക്കാതെ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല. ECG ആർട്ടിൻ്റെ വല്ല കംപ്ലൈൻ്റ് ഉണ്ടോ നോക്കാൻ വേണ്ടി ECG എടുത്തു. അതിലേക്ക് നോക്കി ഡോക്ടർ പറഞ്ഞു ഒരു പ്രശ്നമില്ല, ആർട്ടിൻ്റെ ഒരു വേദന ഒന്നുമല്ല, അറ്റാക്കിൻ്റെ പ്രോബ്ലം ഒന്നുമല്ല, ഇത് ഗ്യാസിൻ്റെ വേദനയാണ്, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. നിങ്ങൾ 2 തരം മരുന്ന് ഡോക്ടർ കൊടുത്തിട്ട് പറഞ്ഞു ഇതും കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് റെസ്റ്റ് എടുത്താൽ അസുഖം മാറും, ഇന്ന് നിങ്ങൾ പണിക്കൊന്നും പോകണ്ടെന്ന് പറഞ്ഞു. ആ മനുഷ്യൻ ആ മരുന്നും വാങ്ങി അദ്ദേഹത്തിൻ്റെ ബൈക്കും ഓടിച്ച് വീട്ടിലേക്ക് തിരിച്ചു വന്നു. ചിന്തിക്കണം, 6:30 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആൾ 7 മണിക്ക് ജോലി ആരംഭിച്ചു, 9 മണി വരെ പണിയെടുത്തു, 9 മണിക്ക് വേദന വന്നു, ഡോക്ടറെ കാണിച്ചു, എല്ലാം കഴിഞ്ഞ് 10:30 മണിയായപ്പോഴേക്കും വീട്ടിലേക്ക് തിരിച്ചെത്തി. സാധാരണ വൈകുന്നേരം ജോലി കഴിഞ്ഞെത്തുന്ന ഭർത്താവിനെ രാവിലെ തന്നെ 10:30 മണിക്ക് തന്നെ വീട്ടിനകത്ത് കണ്ടപ്പോൾ ഭാര്യ ചോദിച്ചു നിങ്ങളിന്ന് പണിക്ക് പോയിട്ടെന്ത് തിരിച്ച് പെട്ടെന്ന് പോന്ന്? അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, പെണ്ണെ എനിക്ക് തീരെ സുഖമില്ല, വല്ലാത്ത ക്ഷീണം, വല്ലാത്ത അസ്വസ്ഥതകൾ എന്തൊക്കെയാകുന്നുണ്ട്, ഞാനൊന്ന് കിടക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പെണ്ണാകെ ബേജാറായപ്പോൾ പറഞ്ഞു പേടിക്കാനൊന്നുമില്ല, എല്ലാവർക്കും ഉണ്ടാകുന്ന ഗ്യാസിൻ്റെ വേദന എന്നാണ് ഡോക്ടർ പറഞ്ഞത്, എന്താണെന്നറിയില്ല, ഗ്യാസിൻ്റെ വേദന ആണെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ട് എനിക്കുണ്ട് എന്ന് പറഞ്ഞു. നീ പോയിട്ട് ഒരു ഗ്ലാസ് പച്ച വെള്ളം കൊണ്ടുവാ, ഞാൻ ഈ ഗുളിക ഒന്ന് കുടിക്കട്ടെ എന്ന് ഭർത്താവ് പറഞ്ഞു. ഭാര്യ അടുക്കളയിൽ പോയി വെള്ളവുമായി ഭർത്താവിൻ്റെ മുമ്പിലേക്ക് എത്തി. പെണ്ണുങ്ങളെ, ആ വെള്ളം കൊണ്ട് ഈ ഭർത്താവത 2 ഗുളികയും പൊട്ടിച്ചു കുടിച്ച് ബെഡ്റൂമിൽ ഇങ്ങനെ കിടക്കാൻ വേണ്ടി ഒരുങ്ങുമ്പം ഈ പെണ്ണ് ചോദിച്ചു, സമയം 10:30 ആയല്ലോ, നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? രാവിലത്തെ ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുണ്ടോ? അപ്പോഴാണ് ഈ പെണ്ണിനോട് ഇയാൾ പറഞ്ഞു, പെണ്ണെ രാവിലെ പോകുമ്പോൾ കുടിച്ച കട്ടൻ ചായ അത് മാത്രമേ വയറ്റിലുള്ളൂ, വേറൊന്നുമില്ല, വേറൊന്നും കുടിക്കാൻ സമയം കിട്ടിയിട്ടില്ല. 10 മണിക്ക് ഞങ്ങൾ ജോലി നിർത്തി, എന്നും 10 മണിക്കാണ് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാറ്, ഇന്ന് 9 മണിക്ക് തന്നെ വേദന വന്നു, വേർത്തപ്പം ഒന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല, ഡോക്ടർ പറഞ്ഞു ഹോട്ടൽ ഭക്ഷണമൊക്കെ കഴിക്കണ്ടെന്ന് പറഞ്ഞ് അതൊന്നും കഴിച്ചിട്ടില്ല, സമയം 10:30 ആയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഈ പെണ്ണ് പറഞ്ഞു, റബ്ബേ സമയം 10:30 ആയല്ലോ, ഒന്നും കഴിച്ചിട്ടില്ലേ, എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഇവിടെയാണെങ്കിൽ ഭക്ഷണങ്ങളൊന്നും തന്നെ ഇല്ല താനും, ഞാനും ചെറിയ മക്കളല്ലേ, ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, എന്താ വേണ്ടത്? അപ്പം ഈ മനുഷ്യൻ്റെ മനസ്സിൻ്റെ അകത്തുള്ളൊരു തൃപ്തി, ഒരു ആഗ്രഹം പറയാണ് പെണ്ണെ, കുറേ ദിവസമായി ഒരു മനസ്സിലൊരു പൂതി വരുന്നുണ്ട്, അല്പം നല്ല കുറിയരിൻ്റെ കഞ്ഞിയും അച്ചാറും കൂട്ടി കുടിക്കണമെന്ന് താല്പര്യം എൻ്റെ മനസ്സിലുണ്ട്, നീ പോയിട്ട് അല്പം കഞ്ഞി ഉണ്ടാക്കിയാൽ മതി, വേറൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ്റെ ആഗ്രഹം പോലെ ഈ പെണ്ണ് അടുക്കളയിൽ ചെന്ന് പെട്ടെന്ന് അരിയെടുത്തു, പെട്ടെന്ന് കൈ വൃത്തിയാക്കി നല്ല ഒരു കഞ്ഞി ഉണ്ടാക്കി, ആ കഞ്ഞി ചൂടാറ്റി കൃത്യമായിട്ട് പാത്രത്തിലേക്ക് ഒഴിച്ച് ഭർത്താവ് കിടക്കുന്ന ബെഡ്റൂമിലേക്ക് ആ കഞ്ഞിയും എടുത്ത് അച്ചാറും എടുത്ത് കൊണ്ട് കയറി ചെല്ലുക. സുബ്ഹാന റബ്ബീ, ഉമ്മമാരെ മറക്കാതെ കേട്ടോ, എൻ്റെ ഉപ്പമാരെ മറക്കാതെ കേട്ടോ, 28 വയസ്സുള്ള ചെറുപ്പക്കാരൻ്റെ കഥയാ പറയുന്നത്. ഡോക്ടർമാരൊക്കെ ഗ്യാസിന്റെ വേദനയാണെന്ന് പറഞ്ഞിരിക്കുന്ന മനുഷ്യനല്ലേ, ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കഞ്ഞിയും എടുത്തുകൊണ്ട് ഭർത്താവിൻ്റെ റൂമിലേക്കതാ ഈ പെണ്ണ് കയറി ചെല്ലുമ്പോ റൂമിൻ്റെ അകത്ത് ബെഡിൽ കിടന്ന് ഉറങ്ങിക്കിടക്കുന്ന ഭർത്താവിനെയാ കണ്ടത്. ഉറങ്ങിക്കിടക്കുന്ന ഭർത്താവിൻ്റെ അടുക്ക് ചെന്നുകൊണ്ട് പെണ്ണ് വിളിക്കുന്ന, കഞ്ഞി റെഡിയായിട്ടുണ്ട്, കഞ്ഞി റെഡിയായിട്ടുണ്ട്, കഞ്ഞി റെഡിയായിട്ടുണ്ടെന്ന് കുടിച്ചിട്ട് കിടന്നുറങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചപ്പോ എത്ര വിളിച്ചിട്ടും ഇയാൾ എണീക്കുന്നില്ല, എത്ര വിളിച്ചിട്ടും ഇയാൾ എണീക്കുന്നില്ല. സഹോദരാ, ഒരുപാട് വിളിച്ച് ഈ പെണ്ണിന് പേടി വരുന്നു. ഈ പെണ്ണതാ പൊട്ടി 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 കരയാ തുടങ്ങി. ആ സമയത്താണ് അയൽവാസികൾ ഓടി വരുന്നു. അതാ താങ്ങി പിടിച്ചുകൊണ്ട് ആ വിളിച്ചിട്ട് എണീക്കാത്ത ഭർത്താവിന്റെ ശരീരം എടുത്തുകൊണ്ട് അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാ. ഡോക്ടർമാരെ പരിശോധിച്ചിട്ട് പറയും, എങ്ങനെയാ വിളിച്ചാൽ ഉത്തരം നൽകുക? എന്റെ ഈ മനുഷ്യൻ വിളിച്ചിട്ട് എണീക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ഈ ഡോക്ടർമാരെ പറയും, എങ്ങനെയാ വിളിച്ചാൽ ഉത്തരം നൽകുക? ഈ മനുഷ്യൻ മരണപ്പെട്ടു പോയി. മരിച്ചിട്ട് മിനിറ്റുകൾ കഴിഞ്ഞിരിക്കുന്നു. ആള് മയ്യത്തായിട്ടുണ്ട്, മരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ എന്റെ സഹോദരാകുന്ന ഗൗരവത്തോടെ ചിന്തിക്കളോ. മരണപ്പെട്ടു എന്ന വാർത്തയതായി പെണ്ണിനോട് ഫോം വിളിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുന്ന ആളുകൾ പറഞ്ഞു, സുബ്ഹാന റബ്ബീ,
മരണപ്പെട്ട് എന്ന വാർത്തയതായി പെണ്ണങ്ങോട്ട് കേൾക്കുമ്പോൾ ഈ പെണ്ണങ്ങ് ബോധം കെട്ടങ്ങ് വീഴുകയാ. ഈ പെണ്ണ് ബോധം കെട്ടങ്ങ് വീഴുന്നു. ഇനി ചിന്തിക്കോയി മനുഷ്യൻ മരണപ്പെട്ട രംഗം ഞാൻ എപ്പോഴാ അറിയുന്നത്? ഈ മനുഷ്യന്റെ വഫാത്ത് എപ്പോഴാ ഞാൻ അറിയുന്നത്? ഈ മനുഷ്യൻ മരണപ്പെട്ട 3-ാമത്തെ ദിവസം ഞാൻ ആ നാട്ടിലേക്ക് ഇതുപോലൊരു പ്രസംഗത്തിന് വേണ്ടി ചെന്നതായിരുന്നു. ഒരു വാദന് വേണ്ടി പ്രസംഗത്തിന് വേണ്ടി ചെന്നു. ഇതുപോലത്തെ സ്റ്റേജിൽ വെച്ചുകൊണ്ട് പ്രഭാഷണം ആരംഭിച്ചു. വയത് കഴിഞ്ഞുകൊണ്ട് പ്രസംഗം കഴിഞ്ഞുകൊണ്ട് ഞാൻ സ്റ്റേജിൽ വന്നങ്ങ് ഇറങ്ങിപ്പോകുമ്പോൾ ഒരുപാട് പേര് കൈപിടിച്ചെന്റെ സലാം പറയുന്ന കൂട്ടത്തില് 3-ാം ദിവസമാണ് ഈ മനുഷ്യൻ മരിച്ചിരിക്കുന്ന 3-ാം ദിവസോ. അന്ന് ഞാൻ വയത് കഴിഞ്ഞുകൊണ്ട് സ്റ്റേജിൽ വന്നങ്ങ് ഇറങ്ങുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുക്കൽ ഓടി കതച്ച് വന്നുകൊണ്ട് എന്റെ കൈ പിടിച്ചിട്ടതാ സങ്കടത്തോടെ സലാം പറയുന്നു. സുബ്ഹാന റബ്ബി, കണ്ണുനീരോടെ സലാം പറഞ്ഞുകൊണ്ട് എന്നോട് ചോദിക്കുന്ന ഉസ്താദേ, നിങ്ങൾക്ക് സമയമുണ്ടോ? സമയമുണ്ടോ? ഒരു 10 മിനിറ്റ് സമയം നിങ്ങൾക്ക് ഒഴിവുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ കൂടെ എൻ്റെ പെങ്ങളെ വീട്ടിക്കൊന്ന് വരാൻ പറ്റുമോ നിങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ഇങ്ങനെ പൊട്ടി പൊട്ടി കരയുമ്പോ ഞാൻ ചോദിക്കും, എന്തിനാ നിങ്ങൾ കരയുന്നത്? അപ്പോഴാണ് ഇയാൾ പറയും, എൻ്റെ പെങ്ങളെ ഭർത്താവ് മരണപ്പെട്ടു പോയി. എന്നെ അളിയൻ മരിച്ചിട്ട് 3 ദിവസമായിരിക്കുന്നു. മരിച്ചിരിക്കും എന്നെ അളിയന് വേണ്ടി ഒന്ന് ദുആ ചെയ്യാനാണ് വീട്ടിലേക്കൊന്ന് വന്ന് കൂടെന്ന് പറഞ്ഞു. ഞാൻ ഈ മനുഷ്യന്റെ കരച്ചിൽ കണ്ട് ഇയാളോടൊപ്പം അതാ ആ മരണപ്പെട്ട വീട്ടിലേക്കതാ രാത്രി സമയം നടന്നു പോകുമ്പോൾ സുബ്ഹാന റബ്ബി, എന്റെ സഹോദരാരെ കരയിപ്പിക്കുന്ന സങ്കടമല്ലേ? ഈ ചെറുപ്പക്കാരൻ എന്നോട് പറയുകയാ, വീട്ടിന്റെ മുൻപിലേക്കെത്താ സമയമായപ്പോൾ, വീട്ടിന്റെ അരികിലെത്താ സമയമായപ്പോൾ എന്നെ കൈ പിടിച്ചിട്ട് ഇയാളെ പൊട്ടി പൊട്ടി കരഞ്ഞിട്ട് പറയുന്നു, ഉസ്താദേ, എന്റെ പെങ്ങളെ ഭർത്താവിന്റെ ദുആ ചെയ്യാൻ വേണ്ടി മാത്രമല്ല നിങ്ങളെ കൊണ്ടുപോകുന്നത്, ഒരു ഉപകാരം ഞങ്ങളെ കുടുംബത്തിൽ നിങ്ങൾ ചെയ്യണേ. ദുആക്കാൻ വേണ്ടി മാത്രം കൊണ്ടുപോവുക അല്ല എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കും, എന്താ നിങ്ങളെ പ്രയാസോ? നിങ്ങൾ കുറെ സമയമാകല്ല കരയാ തുടങ്ങിയിട്ട്. എല്ലാവരും മരിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പറയും, ഉസ്താദേ, മരണപ്പെട്ട ദുഃഖം കൊണ്ട് മാത്രം കരയുക അല്ല, അറിയില്ല എൻ്റെ പെങ്ങളെ ഭർത്താവ് എൻ്റെ അളിയൻ മരണപ്പെട്ടു എന്ന് ഹോസ്പിറ്റലിൽ വിളിച്ച് പറഞ്ഞപ്പോൾ ആ സമയത്തെൻ്റെ പെങ്ങളങ്ങ് ബോധം കെട്ട് വീണോ. മയ്യത്ത് ഞങ്ങൾ ആംബുലൻസ് വിളിച്ചുകൊണ്ട് കൊണ്ടുവരുന്ന വീട്ടിലേക്ക് മയ്യത്ത് കാണാ കുടുംബക്കാര് കൂട്ടുകാരെല്ലാരും വന്നോ. അവസാനം മയ്യത്ത് കുളിപ്പിക്കുന്നു, മയ്യത്ത് കഫൻ ചെയ്യുന്നു. മയ്യത്ത് വീട്ടിൽ നിന്ന് ഇറക്കാ സമയമായപ്പോ എന്റെ പെങ്ങളതാ ബോധം കെട്ടി കിടക്കുകയാ. അവൾ എണീക്കുന്നില്ല. അവസാനം ഒരുപാട് പണി ചെയ്തവൾ എണീറ്റോ. എണീറ്റ സമയത്ത് ഉസ്താദേ കഫൻ ചെയ്ത് കഴിഞ്ഞിരുന്നോ. എന്റെ പെങ്ങളുടെ ഭർത്താവിന്റെ അളിയന്റെ മുഖം അതാ അവളെ മരണപ്പെട്ട് കിടക്കുന്ന ഭർത്താവിന്റെ മുഖോ അവസാനത്തെ നോട്ടം കാണിച്ചു കൊടുക്കാ. ഞാനാണ് എൻ്റെ പെങ്ങളെ കൈ പിടിച്ചുകൊണ്ട് മയ്യത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നത്. അതാ മയ്യത്തിന്റെ മുൻപിലേക്ക് അങ്ങെത്തിയപ്പോൾ മരിച്ചു കിടക്കുന്നവളെ ഭർത്താവിന്റെ മുഖം അങ്ങോട്ട് കണ്ടപ്പോൾ എൻ്റെ പെങ്ങളങ്ങ് കരയാ തുടങ്ങി. വല്ലാത്തൊരു കരച്ചിലായിരുന്നു. എന്നിട്ട് ഇയാള് പറയും, ഉസ്താദേ, മയ്യത്തതാ കഫൻ ചെയ്ത് കൊണ്ട് മയ്യത്ത് വീട്ടിൽ നിറക്കി. പക്ഷേ ഇന്നേക്ക് 3 ദിവസമാകെ മയ്യത്ത് മറവ് ചെയ്തിട്ടെങ്കിലും ആ കരച്ചിലെന്റെ പെങ്ങൾ നിർത്തിയിട്ടില്ല. 3 ദിവസമായി ഇന്നേക്ക് 3 ദിവസമായി ഉസ്താദ് ഇന്നേക്ക്. പക്ഷേ ആ കരച്ചിലെന്റെ പെങ്ങൾ നിർത്തിയിട്ടില്ല. സുബ്ഹാന റബ്ബി, ഒരാളോട് മിണ്ടുന്നില്ല, ആരോട് സംസാരിക്കുന്നില്ല. അറിയില്ല, എല്ലാ സമയത്തും പൊട്ടി പൊട്ടി റൂമിന്റെ അകത്ത് വെച്ച് കരയുകയാള്. എന്നിട്ട് ഇയാള് പറയും, ഉസ്താദേ, 2 ചെറിയതായിരിക്കുന്ന പിഞ്ചോപന മക്കളാണ് എൻ്റെ പെങ്ങൾക്കുള്ളത്. ഒരു മൂത്ത കുട്ടിക്കഥ 3.5 വയസ്സ് പ്രായമാണ്. ചെറിയതായിരിക്കുന്ന കുട്ടിക്കഥ 1.5 വയസ്സ് പ്രായമാണ്. ഈ 1.5 വയസ്സ് പ്രായമുള്ള കുട്ടി മുലപ്പാല് കുടിക്കുന്ന പൊന്നുമോക ഇന്നേ വരെ 3 ദിവസമായിട്ടുള്ള മുലപ്പാല് പോലും കൊടുത്തിട്ടില്ല. ആരോടും മിണ്ടുന്നില്ല, ആരോടും വർത്തമാനം പറയുന്നില്ല. റൂമിന്റെ
റൂമിൻ്റെ അകത്ത് വെച്ച് ഇങ്ങനെ പൊട്ടി പൊട്ടി കരയും നിന്റെ പെങ്ങള്. ഇങ്ങനെ പോയാൽ നാളെ മരിക്കുമോ എന്ന് പേടിച്ചിട്ടാള് ഒന്ന് സമാധാനിപ്പിക്കാനാ നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞു. ചുരുക്കി പറയട്ടെ എൻ്റെ സഹോദര, റൂമിൻ്റെ അകത്തേക്ക് വീട്ടിൻ്റെ അകത്തേക്ക് ഞാൻ ആ മനുഷ്യൻ്റെ കൂടെ കയറി ചെല്ലുമ്പോ വീട്ടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ മൂലയിലതാ ഈ മരിച്ചു പോയിരിക്കുന്ന മനുഷ്യൻ്റെ ബാപ്പ, വയസ്സ് വന്നിരിക്കുന്ന ഉപ്പ ഇരിക്കുന്നുണ്ട്. ആ ഉപ്പാന്റെ വയസ്സായിരിക്കുന്ന ഉപ്പാന്റെ മടിയിലതാ 1.5 വയസ്സ് പ്രായമുള്ള പെൺകുട്ടി എന്ന് പറഞ്ഞില്ലേ, ആ കുട്ടിപ്പാന്റെ വല്ലിപ്പാന്റെ മടിയിൽ തല വെച്ച് കിടന്നുറങ്ങുകയാ. വല്ലിപ്പയതാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് താരാട്ട് പാടിക്കൊണ്ട് പൊന്നുമോളെ ഉറക്കുമ്പോൾ ആരാണ് സഹോദര കരയാതിരിക്കുക? വീട്ടിൻ്റെ അകത്ത് കയറി ചെല്ലുന്ന സമയത്തതാ സിറ്റ് ഔട്ടിന്റെ തറയില് ഒരു പായ വിരിച്ചുകൊണ്ട് കിടക്കുന്ന 3.5 വയസ്സ് പ്രായമുള്ള പെൺകുട്ടി എന്ന് പറഞ്ഞില്ലേ, ഈ മരിച്ചു പോയിരിക്കുന്ന മനുഷ്യന്റെ 2 മക്കളും അതാ കിടന്നുറങ്ങുകയാണ്. ചുരുക്കി പറയട്ടെ, ഞാൻ അവിടെ വെച്ചുകൊണ്ട് ഈ മനുഷ്യനെ ദുആ ചെയ്തോ. എന്നിട്ട് ഇത് ഇരിക്കുന്ന മറക്കകത്തിരിക്കുന്ന പെണ്ണിനോട് നിങ്ങൾ എങ്ങനെ കരയാ പാടില്ല, ഒന്ന് ശ്രമിക്കണമെന്ന് ഞാനങ്ങ് പറഞ്ഞപ്പോൾ ഈ പെണ്ണെന്നോട് ചോദിക്കുകയാണ്, ഉസ്താദേ എങ്ങനെയാ സമാധാനം കിട്ടുക, എങ്ങനെയാ ക്ഷമിക്കാൻ പറ്റുക, എങ്ങനെയാണ് എന്റെ മനസ്സിൽ നിന്റെ ഭർത്താവിന്റെ ചിന്ത മാഞ്ഞു പോവുക? രാവിലെ എണീറ്റുകൊണ്ടൊരു കട്ടൻ ചായ കുടിച്ചിട്ട് മരണപ്പെട്ടു പോയിരിക്കും നിന്റെ ഭർത്താവിന്റെ ദുഃഖോ ഈ കൽബിന്റെ അകത്ത് നിന്ന് എങ്ങനെയാ നീങ്ങിക്കിട്ടുക എന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണതാ പറയുന്നു, ഉസ്താദേ ഇന്നേ വരെ ഞാൻ എന്റെ ഭർത്താവിന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് ഞാൻ 6 കൊല്ലമേ ആയിട്ടുള്ളൂ. ഈ 6 കൊല്ലം ഞാനും എന്റെ ഭർത്താവും തമ്മിൽ ഒരു ദിവസം പോലെ തെറ്റിയിട്ടില്ല, ഞങ്ങൾ പിണങ്ങിയിട്ടില്ല, ഞങ്ങൾ കച്ചറ കൂടിയിട്ടില്ല, ഞങ്ങൾ തർക്കിച്ചിട്ടില്ല. എന്ത് സ്നേഹത്തോടെയാ വീട്ടിന്റെ അകത്ത് ഞങ്ങൾ ജീവിച്ചു പോന്നത്. ഇന്നേ വരെ എന്റെ ഭർത്താവതാ പെണ്ണ് എനിക്കിന്ന ഭക്ഷണം വേണം, എനിക്കിന്ന സാധനം വേണം, എനിക്കിന്ന വെള്ളം വേണോ, എന്നോട് ഒന്നും ഉണ്ടാക്കാൻ പറയാറില്ല. എന്ത് കൊടുത്താലും ഭക്ഷിക്കും എന്റെ ഭർത്താവ്. ഈ ജീവിതത്തിന്റെ ആദ്യമായിട്ടാണ് ഉസ്താദേ അന്ന് മരിക്കുമെന്ന് എന്നോട് ആദ്യമായി ആവശ്യപ്പെട്ട ഒന്നാണ് പെണ്ണ്. എന്റെ മനസ്സിന്റെ അകത്തൊരു കഞ്ഞി കുടിക്കാൻ എനിക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. ആ ഉണ്ടാക്കിയിരിക്കുന്ന കഞ്ഞി കുടിച്ചിട്ടാണ് എന്റെ ഭർത്താവ് അങ്ങ് മരിച്ചു പോകതെങ്കിൽ ഈ സങ്കടം എനിക്കുണ്ടാകുമായിരുന്നില്ല. വമാ തദ്രീ നഫ്സും മാദാ തക്സിബു അദാ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. എന്റെ ചെറുപ്പക്കാരെ, എന്റെ ഉമ്മമാരെ, എന്റെ ഉപ്പമാരെ, ഈ പെണ്ണ് പറയാണ് എന്നോട് ഈ 6 കൊല്ലത്തിന്റെ ഇടയിൽ എനിക്കിന്ന ഭക്ഷണം വേണം, എനിക്കിന്ന സാധനം വേണമെന്ന് എന്നോട് പറയാറില്ല എന്റെ ഭർത്താവ്. ആദ്യമായിട്ടാണ് എന്റെ ഭർത്താവ് എനിക്കൽപ്പ കഞ്ഞി കുടിക്കാ പൂതിയുണ്ടെന്ന് പറഞ്ഞു. ആ ഉണ്ടാക്കിയിരിക്കുന്ന കഞ്ഞി കുടിച്ചിട്ടങ്ങ് മരിച്ചിരുന്നുവെങ്കിൽ ഈ സങ്കടം എനിക്ക് വരുമായിരുന്നില്ല. ഇവര് പറഞ്ഞില്ലേ ഉസ്താദ് ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ലെന്ന്. എങ്ങനെയാ ഭക്ഷണം ഞാൻ കഴിക്കുക, എങ്ങനെയാ വെള്ളം ഞാൻ കുടിക്കുക, എങ്ങനെയാ സമാധാനത്തോടെ കിടന്നുറങ്ങാ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെണ്ണതാ പൊട്ടി പൊട്ടിക്കരയുമ്പോൾ എന്റെ ചെറുപ്പക്കാരെ 28 വയസ്സുള്ള ചെറുപ്പക്കാരന്റെ മരണമാ പറഞ്ഞിട്ടുള്ളത്. ഡോക്ടർമാരെ മൊത്തം പരിശോധിച്ചിട്ട് പറയുന്നു ഈ മനുഷ്യന്റെ ശരീരത്തിന് രോഗമില്ല, ഇത് ഗ്യാസിന്റെ വേദനയാണെന്ന് പറഞ്ഞുകൊണ്ട് തള്ളിയിട്ടുണ്ടെങ്കിൽ ഹൃദയത്തിന്റെ അറ്റാക്കിന്റെ വേദനയാണ് വന്നിരുന്നത്. നമ്മളാരും മറക്കരുത് ഇത്. അള്ളാഹു പെട്ടെന്നുള്ള മരണങ്ങൾ അള്ളാഹു നമ്മ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. മറ്റുള്ളവനെ വേദനിപ്പിക്കുന്ന മരണം അള്ളാഹു ഇല്ലാതാക്കി തരുമാറാകട്ടെ. മരിക്കുള്ള സൗകര്യത്തെ ഈമാനോടെ മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. ചിന്തിക്കാം, ഇതല്ലേ എൻ്റെ അവസ്ഥ. ഞാൻ ചിന്തിക്കണതാ, ഞാൻ ചിന്തിക്കേണ്ടത് കേട്ടതാ. സോനെ, ഈ പ്രസംഗിക്കുന്ന ജൗഹറിൻ്റെ അവസ്ഥ അതന്നെ, എൻ്റെ അവസ്ഥ, നിങ്ങളെല്ലാവരും അവസ്ഥ തന്നെ. എന്നാലും നമ്മൾ പറയണ്ട,
സത്യാട്ടോ, മനുഷ്യന്മാരുടെ അവസ്ഥ അത്രയൊക്കെ തന്നെ ഉള്ളൂ. മനുഷ്യൻ്റെ കഥ കണ്ടില്ലേ? എന്നാലും ഒരാളും പറയില്ല എൻ്റെ കഥ റബ്ബേ ഇതാണല്ലോ, ആരും ചിന്തിക്കില്ല. എല്ലാവരും പറയും മനുഷ്യൻ്റെ കഥ, മനുഷ്യൻ്റെ അവസ്ഥ, മനുഷ്യന്മാരുടെ കഥ കണ്ടില്ല, അത്രയല്ലേ ഉള്ളൂ. എന്ത് പറയല്ലാതെ എൻ്റെ അവസ്ഥയിലേക്കൊന്ന് ചിന്തിക്കും നിങ്ങൾ. എൻ്റെ പെണ്ണുങ്ങൾ ആണുങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. സത്യമല്ലേ? ഇത് മറന്നിട്ടില്ലേ നമ്മൾ? ഇത് നമുക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ നമ്മളെങ്ങനെ ഈ തോന്നിവാസം ചെയ്യാം? നമ്മളെങ്ങനെ ഖുർആൻ ഓതാതെ ഒരു പേജ് ഖുർആനിലേക്ക് നോക്കാതെ എങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുക? ഓതാതെ ഇറങ്ങാൻ പറ്റും നമുക്ക്? എന്തെല്ലാം സമയം അങ്ങാടി കൊലമേ പീടിക കൊലയിരുന്നിട്ട് വർത്തമാനം പറയാം, ഈബത്തും നമീമത്തും പറഞ്ഞിങ്ങനെ ഇരിക്കുക. എത്ര മണിക്കൂറുകൾ, ഒരു പേടി അവനക്കില്ല. ആ നാവോട് എന്തെല്ലാം പറ വർത്താനം ഇങ്ങനെ പറഞ്ഞു കൂട്ടുമ്പോൾ റബ്ബേ അല്ലാഹുവിൻ്റെ തസ്ബീഹ് ഈ നാവ് കൊണ്ട് ഒറ്റവട്ടം ഞാൻ ചൊല്ലിയിട്ടില്ലല്ലോ, ഒരു കുറ്റബോധം എനിക്കില്ലല്ലോ. വെള്ളിയാഴ്ച പള്ളിയിലേക്ക് ഇങ്ങനെ ഓടിക്കച്ചപ്പോൾ ഞാൻ ഈ പള്ളിയെ തിരൂര് ടൗൺ പള്ളിയിൽ ഞാൻ ഹുത്തുബോധാറുള്ളത്. 7 വർഷത്തോളമായി ഇവിടെ ഞാൻ പള്ളിയിൽ ഹുത്തുബോധാൻ തുടങ്ങിയിട്ട്. ഞാൻ ഇന്നും അന്നും കാണുന്ന ഒരു അവസ്ഥ പറയട്ടെ. ഒരുപാട് ആളുകൾ നേരത്തെ ഞാൻ 11:11 മണിക്ക് പള്ളിയിലെത്തും. ആ സമയം തന്നെ പള്ളിയിലേക്ക് എത്തുന്ന ആളുകളുണ്ട്. എത്രയോ നല്ല മുഅ്മിനായ മനുഷ്യന്മാർ. എന്നാൽ എൻ്റെ ചെറുപ്പക്കാരോടൊക്കെ വേണ്ടി ഞാൻ പറയട്ടെ, ജുമുഅക്ക് വേണ്ടി ഖുതുബക്ക് വേണ്ടി ഞാൻ മിമ്പർമേൽ അങ്ങോട്ട് കയറിയാൽ, ഖുതുബക്ക് വേണ്ടി മിമ്പർമ കയറിയാൽ ആ പള്ളിയുടെ ചുറ്റും ആകുന്ന എല്ലാ ഡോറിലൂടെ എല്ലാവരും കാണാം. ഖുതുബ കഴിയുന്നത് വരെ പള്ളിയിൽ കടക്കാതെ പുറത്തിങ്ങനെ കാത്തുക്കുന്ന കുറേ ചെറുപ്പക്കാർ. ഖുതുബ ആകെ 10 മിനിറ്റ് 2 ഖുതുബ കഴിയും. അതിൽ പ്രാർത്ഥനയും പെട്ടു, ഹംദും പെട്ടു, ഒക്കെ എല്ലാം കഴിഞ്ഞു. 10 മിനിറ്റ് കൊണ്ട് തീരും ഖുതുബ. 10 മിനിറ്റ് വളരെ കുറഞ്ഞ സമയം. ഒരു പണിയില്ല. എന്ത് ചെയ്യും? പള്ളീൻ്റെ പുറത്ത് ഇങ്ങനെ കയ്യും കെട്ടി കാത്തുക്കും. എപ്പോഴാ ഇക്കാമത്ത് വിളിക്കാൻ സമയമായാൽ ഓടിക്കളിച്ച് പള്ളിക്ക് വരും. ഒതുണ്ടാക്കാൻ നമുക്ക് സമയമില്ല. ഇങ്ങനെ കട്ടിക്കൂട്ടി വെള്ളക്കെടുത്താൻ കുടഞ്ഞി അങ്ങോട്ട് കയറി കിട്ടുന്ന സ്ഥലം ഇവിടെ അവിടെ നിൽക്കുക. നിസ്കാരം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞാൽ 2ാം സലാം വീട്ടുമ്പോഴേക്ക് ഓട്ടുമ്പോഴേക്ക് കൊണ്ടെത്തിയിട്ടുണ്ടാവും. എന്നിട്ട് ഓനക്കെന്താ പണി? ഓൻ എന്തിനാ ഓടിയത്? ഒന്നുമില്ല, വെറുതെ മൊബൈൽ എടുത്തിട്ട് ഇങ്ങനെ നീക്കന്നെ, വേറെ പണിയൊന്നുമില്ല, വേറെ ഒരു ഏർപ്പാടുമില്ല. എന്തിനാ ഓടിയത്? എന്തിനാണ് അവൻ ഓടിയത്? ഒരു പിടുത്തം കിട്ടില്ല. ഞാൻ പലപ്പോഴും ചിന്തിക്കും, പഠിച്ചോനെ എന്തിനാ ഈ ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ കാണിക്കുന്നത്? ഖുതുബ നല്ല ചെറുപ്പക്കാർ, എത്രയോ നല്ല ചെറുപ്പക്കാരുണ്ട്. അള്ളാഹിൻ്റെ പള്ളിക്ക് നേരത്തെ വരും. ജുമുഅൻ്റെ സമയം തൻ്റെ പള്ളിയെ സ്ഥലം പിടിച്ചിരിക്കും. ഒരു എത്തിക്കാവ് നെയ്യത്തോടെ കൂടെ ഇരുന്ന് ഒരു 5 മിനിറ്റ് വേണ്ടേ സമയമുള്ളൂ ഒരു അൽക്കാഫ് സുഹൃത്തൊന്ന് ഓതാൻ. എത്ര ഒരു സന്തോഷം! ആ അൽക്കാഫൊക്കെ ഒന്ന് ഓതി ഒരു സ്വലാത്തൊക്കെ 10 സ്വലാത്ത് ഹബീബിനെ ചൊല്ലി ഖുതുബൊക്കെ തുടങ്ങുമ്പോൾ ആ മട്ടം പോലെ ഖുതുബ ഇങ്ങനെ കേട്ടിരുന്ന് 2ാമത്തെ ഖുതുബയുടെ പ്രാർത്ഥന 100 കണക്കിന് മുഅ്മിനീങ്ങൾ ആമീൻ പറയാം. വെള്ളിയാഴ്ച ദിവസത്തിലെ പ്രാർത്ഥനക്ക് അല്ലാഹു ഉത്തരം നൽകാതിരിക്കില്ല എന്ന സയ്യിദുൽ വറ മുഹമ്മദ് മുസ്തഫ. എന്തായി ചോദിക്കണം? വെള്ളിയാഴ്ച ഖുതുബയിലെ പ്രാർത്ഥനയിൽ കേട്ടിട്ടില്ല 3 വട്ടം എല്ലാ പള്ളിയിലെ മിമ്പറമൊന്നും ഇമാമിങ്ങൾ പറയാനുള്ള വാക്കെന്താ? സുബ്ഹാന റബ്ബി അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ, അല്ലാഹുമ്മ ലാ തശ്ഫി ഖൽഖനാ ബിന്നാർ. അറിയില്ല റബ്ബിന്റെ പള്ളിയിൽ ഇമാമിങ്ങൾ ദുആ ചെയ്യുമ്പോൾ 100 കണക്കിന് മുഅ്മിനീങ്ങൾ ആമീൻ ആമീൻ എന്ന് പറയുന്ന ദുആയില്ലേ, എന്താ പറയുന്ന? റബ്ബേ നരക ശിക്ഷയെന്ന് സാധുക്കളായിരിക്കുന്ന ഞങ്ങളെ നീ കാക്കണം അല്ലാഹ് എന്ന് ദുആ ചെയ്യുമ്പോൾ ഇവൻ പള്ളിക്ക് പുറത്ത് കാത്തിരിക്കാ. ഈ ദുആയിലെങ്ങാൻ ഞാൻ പെട്ടുപോകുമോ എന്ന് പേടിച്ചിട്ടാണോ? എന്തിനാ ചെറുപ്പക്കാരെ ചിന്തിക്കണോ? എന്നിട്ട് ദുആ കഴിയുന്നു. ഇമാം ബോധിക്കൊണ്ട് മിമ്പർ വന്നിറങ്ങുന്ന സമയത്ത് ഇഖാമത്ത് വിളിക്കുമ്പോഴാണ് പള്ളിയിലേക്ക് ഓടിക്കതച്ച് വരുന്നു. നിസ്കരിക്കാൻ സ്ഥലം കിട്ടിയിട്ടില്ല. ഒരു പക്ഷെ പള്ളിക്ക് പുറത്തായിരിക്കും നിൽക്കുന്നത്. അങ്ങനെ യഥാത്തിക്കും തിരക്കും കൂടി നിസ്കരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് സലാം അങ്ങ് വീട്ടുമ്പോൾ ഇവൻ 2ാമത് സലാം വീട്ടാമ്പോൾ സമയമില്ലാതെ ഇറങ്ങി ഓടുകയാ. എവിടേക്കാണ് അവൻ ഓടുന്നത്? എന്തിനാണ് അവൻ ഓടുന്നത്? തിരക്ക് തന്നെയാണ്, ബിസിയാണ്. എന്താണ്? സലാം വീട്ടിയാൽ 33 വട്ടം സുബ്ഹാനല്ലാഹ്, ഒരു 33 വട്ടം അൽഹംദുലില്ലാഹ്, ഒരു 33 വട്ടം അല്ലാഹു അക്ബർ, ഒരു 10 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ്.
എന്ന് ചൊല്ലിയിട്ടതാ ചെറിയതായിരിക്കും ദുആ. ഈ ദിക്റും ദുആയും ഉൾപ്പെടുകിയിട്ട് 3-4 മിനിറ്റ് മാത്രമാ സമയം വേണ്ടത്. ഈ 3 മിനിറ്റ് കൊണ്ട് ഇവനക്കൊരു മനമറിക്കുന്ന അധ്വാനമില്ല. ഈ 3 മിനിറ്റ് കൊണ്ട് ഇവൻ എന്തിനാണ് പള്ളിയും നിറങ്ങി ഓടുന്നത്? 100 കണക്കിന് മുഅ്മിനീങ്ങളാണ് ആമീൻ എന്ന് പറയുന്ന മജ്ലിസിലെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ പറ്റാതെ തിരക്ക് പിടിച്ചോടുന്ന ചെറുപ്പക്കാരാ, തിരക്ക് പിടിച്ചോടുന്ന യുവാക്കളെ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു ഹത്താ സുറുത്തുമുൽ മഖാബിർ. അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് വരാ സമയമില്ല. തിരക്കായിരുന്നവനക്ക് ഖുർആൻ ഓതാ, തിരക്കായിരുന്നവനക്ക് ദിക്ർ ചൊല്ലാ, തിരക്കായിരുന്നവനക്ക് ദുആയിൽ പങ്കെടുക്കാൻ, തിരക്കായിരുന്നവനക്ക് റബ്ബിന്റെ പള്ളിയിലേക്കൊന്ന് ചെന്നുകൊണ്ട് അൽഖഫ് ഓതാ സമയം കിട്ടിയിട്ടില്ല. പടച്ച റബ്ബിനോട് ദുആ ചെയ്യുന്ന സമയത്ത് ആമീൻ എന്ന് പറയാൻ പോലും സമയമില്ലാതെ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടുന്ന ചെറുപ്പക്കാരെ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നടാ, നിങ്ങളെ എല്ലാവരും തിരക്കും തീരുന്ന ദിവസം വരാനുണ്ട്. എല്ലാവർക്കും ബിസിയാണ്, എല്ലാവർക്കും തിരക്കാണ്, എല്ലാവർക്കും ചുറ്റുപാടാണ്, എല്ലാവർക്കും പല ജാതി ചിന്തകളാണെങ്കിൽ ഈ പ്രസംഗിക്കുന്ന എന്റെ തിരക്ക് തീരുന്ന ദിവസം വരോ? ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തിരക്കും തീരും ദിവസം വരോ? എപ്പോഴാണെന്നറിയില്ലേ? പരം വീതി ചുമ്മാകിട്ട് ചുങ്കിൽ നടക്കുന്ന ശുജഅത്ത് നാമൊക്കൊണ്ടു നാട്ടിലെ കഥയെന്തെന്നറിവുണ്ടോ? നാളെ കിടക്കുന്ന ഖബറെന്ന ഭയങ്കര വീട്ടിലെ, ഖബറെന്ന ഭയങ്കര വീട്ടിലെ പരം വിധിച്ചുമാകിട്ട് ചുങ്കിൽ നടക്കുന്ന ശുജഅത്തെ നാം കൊണ്ടു നാട്ടിലെ കഥയെന്തെന്നറിവുണ്ടോ? നാളെ കിടക്കുന്ന ഖബറെന്ന ഭയങ്കര വീട്ടിലെ, ഖബറെന്ന ഭയങ്കര വീട്ടിലെ 6 കാലുള്ള മയ്യത്ത് കട്ടിൽ വീട്ടിന്റെ മുൻപിലെ കഥാകത്തിയിരിക്കുന്നു. പിന്നവനക്ക് തിരക്കില്ല, പിന്നവനക്ക് ബിസിയില്ല, പിന്നവനക്ക് മൊബൈൽ വേണ്ട, വാട്സപ്പ് വേണ്ട, ഫേസ്ബുക്ക് വേണ്ട, തമാശ വേണ്ട, ഈബത്ത് വേണ്ട, നമീമത്ത് വേണ്ട, കളവ് വേണ്ട, വഞ്ചന വേണ്ട, കള്ളം പറയണ്ട. എല്ലാ തീർന്നുകൊണ്ട് 3 കഷ്ടം തുണയിലതാ. വീട്ടിൻ്റെ അകത്ത് ബെൻസ് കാറുള്ളവനാണെങ്കിലോ, വീട്ടിൻ്റെ അകത്ത് കോടീശ്വരനാണെങ്കിലോ, ഒരുപാട് സമ്പന്നനാണെങ്കിലോ, എല്ലാ മനുഷ്യന്മാർക്കും കൊതിയുന്ന 3 കഷ്ടം കഫൻ തുണിയില്ലേ? ആ കഫൻ തുണിന്റെ ഭംഗിയവനക്ക് നോക്കേണ്ടതില്ല, അതിന്റെ ചൊറുക്കവനക്ക് നോക്കേണ്ടതില്ല, അതിന്റെ ക്വാളിറ്റി നോക്കേണ്ടതില്ല. നിസ്സാരമായിരിക്കുന്ന ഡക്സീസിന്റെ അകത്ത് കിടക്കുന്ന ഏറ്റവും മോശപ്പെട്ട കോറത്തുണയിലാണ് ഈ മനുഷ്യന്റെ മയ്യത്ത് പൊതിയുന്നത്. വീട്ടിൽ നിന്ന് മയ്യത്തങ്ങിറക്കുമ്പോ വീട്ടിന്റെ മുറ്റത്തതാ ബെൻസ് കാറെത്തിയിട്ടിരിക്കുന്നു. 75-50 ലക്ഷം വിലപിടിപ്പുള്ള കാറ് മുണ്ടിന് വീട്ടിന്റെ മുൻപിലുണ്ട്. എന്നാലും ബാപ്പാന്റെ മയ്യത്തതാ ഇറക്കുമ്പോൾ ഒരു പൊന്നുമോന് പറയുന്നില്ല, അല്ലാ എന്റെ ഉപ്പ ബെൻസിലല്ലാതെ യാത്ര ചെയ്തിട്ടില്ല, അതുകൊണ്ട് പാല മയ്യത്തും ബെൻസിൽ കൊണ്ടുപോയാൽ മതി. ഒരാള് പറയുന്നില്ല, ആരക്കായ്ക്ക് വിലയില്ലാത്ത, 1 രൂപ പോലും വാടകയില്ലാത്ത, 1 രൂപ പോലും പണമില്ലാത്ത നിസാരമായിരിക്കും 6 കാലുള്ള മയ്യത്ത് കെട്ടിൽ വെച്ചുകൊണ്ട് മയ്യത്തങ്ങ് കൊണ്ടുപോയി കഴിഞ്ഞാ ഈ മനുഷ്യന് ഒരു തിരക്കും ഉണ്ടാകില്ലെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. മയ്യത്ത് കൊണ്ടുപോയി, ബാപ്പാനെ മയ്യത്ത് കബർ കറക്കി വെച്ചു, 3 കല്ല് വെച്ചു, 3 പിടുത്ത മണ്ണ് മക്കൾ വാരിട്ടു. സലാം പറയാൻ പോലും മക്കൾക്ക് സമയമില്ല, നേരത്തെ പോന്നു. പള്ളിയിലെ കണക്കൊക്കെ എഴുതി കൊടുത്തു, പൈസ കൊടുത്തു. 3 മണിക്ക് മയ്യത്തിറക്കി 3-3:45 പണിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിപ്പോരുമ്പോഴാണ് അസറിൻ്റെ ബാങ്ക് ആ പള്ളിയിൽ നിന്ന് കൊടുത്തിട്ടുണ്ടാകും. അപ്പം ഈ മക്കൾ എന്താ ചിന്തിക്കുക? വീട്ടിൽ പോയിട്ട് കുറേ പണികളുണ്ട്, ബാപ്പാൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങൾ തൃപ്തിയാക്കണം. ഈ മോനാ സമയം അസർ നിസ്കരിക്കുക പള്ളിയിൽ കൂടില്ല. പക്ഷോനെ എൻ്റെ ബാപ്പ മരിച്ചു, ഇനി ബാപ്പാക്ക് അസറില്ല, മഗ്‌രിബില്ല, ളുഹറില്ല, ഒന്നുമില്ല, ഞാൻ എവിടെ കൈ ഓടുന്നത്? ഏതാനും അസർ ജമാഅത്തിൽ കൂടിയിട്ട് പോകാമെന്ന് ഒരു മനുഷ്യനും ചിന്തിക്കുന്നില്ല. തിരക്കന്നെ അവനക്ക്. ഈ കൊണ്ടുപോയി വെച്ച ബാപ്പാക്കിന് തിരക്കില്ലല്ലോ റബ്ബേ എന്നവൻ ചിന്തിക്കുന്നില്ല. എൻ്റെ പെണ്ണുങ്ങളെ ആണുങ്ങളെ മറക്കാതെ ചിന്തിക്കണം.
നമ്മളെ അവസ്ഥ എവിടേക്കാണ് നമ്മളെ യാത്ര? ഇന്ന് നിങ്ങൾ ഖുർആൻ ഓതിയിട്ടുണ്ട്. ഇന്ന് നിങ്ങളെ കണ്ണുകളെ കൊണ്ട് പത്രം വായിച്ച്, മാസിക വായിച്ച്, കഥ വായിച്ച്, ലേഖനം വായിച്ച് എല്ലാത്തിനും ടൈം കിട്ടുമെങ്കിൽ അള്ളാഹുവിൻ്റെ ഖുർആൻ ഒരു പേജ് പോലും നമ്മൾ ഓതിയിട്ടില്ല എന്നല്ല പറയാം. കാലഘട്ടം അസ്തമിക്കാറായില്ലേ? നോക്കൂ നിങ്ങൾ, ഈ മാസം 13-ാം തീയതി, ഈ മാസം അതിൽ കഴിഞ്ഞ മാസം 13-ാം തീയതി ബുധനാഴ്ച മനോരമ പത്രം റിപ്പോർട്ട് ചെയ്തൊരു വാർത്ത നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്താണ് ആ വാർത്ത? മനോരമയിൽ വന്നൊരു വലിയൊരു വാർത്ത, കരുതിയിരിക്കുക, ലോകം മൊത്തം തകർത്ത് തരിപ്പണമാക്കാൻ പറ്റുന്ന ഭീകരമായിരിക്കുന്ന ഭൂകമ്പം വരാറായിട്ടുണ്ട്. കരുതിയിരിക്കുക എന്ന ഈ വാർത്തയുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയം, ഈ ഭൂകമ്പം വന്നാൽ ഒരു വലിയതായിരിക്കുന്ന ഭൂമിക്കുലുക്കം നാട്ടിലേക്ക് വരാറായിട്ടുണ്ട്. എവിടെ? ബംഗ്ലാദേശിൻ്റെയും ഇന്ത്യയുടെയും മധ്യഭാഗത്ത് വെച്ച്. ബംഗ്ലാദേശ് ഏകദേശം മൊത്തം തകർന്ന് തരിപ്പണമാകും. ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കാലഘട്ടം മാറും. ആ രൂപത്തിൽ കുലുക്കം വരാറായിട്ടുണ്ട്. ന്യൂയോർക്കിലെ കൊളംബിയ സർവകലാശാലയിൽ വെച്ചുകൊണ്ട് ആധുനിക ചിന്തകന്മാർ പഠിച്ചു. റിപ്പോർട്ട് വിശദീകരിച്ചിട്ട് പറയാ, ഇതെന്ന് സംഭവിക്കുമെന്ന് പ്രവചിക്കാനാകിട്ടില്ലെങ്കിലും സംഭവിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സംഭവിക്കുമെന്ന കാര്യം 100% ഉറപ്പാണ്. എന്നിട്ട് അവർ പറഞ്ഞ പ്രത്യേകത ഉണ്ട്. സാധാരണ കുലുക്കം, ഭൂമിക്കുലുക്കം വന്ന ഒരു നാട് കുലുങ്ങിപ്പോവും. ഇപ്പോൾ കേരളത്തിൽ കുലുങ്ങിയ ഏതെങ്കിലും ഒരു ജില്ല നഷ്ടപ്പെട്ടു പോയേക്കാം. പക്ഷേ ഒരു ജില്ല അല്ല. ഈ കുലുക്കം വന്നാൽ 62,000 കിലോമീറ്റർ ഭൂമിക്കടിയിലേക്ക് താന്നു പോകുമെന്ന്. 62,000 കിലോമീറ്റർ എന്ന് പറഞ്ഞ എത്ര ഉണ്ട്? ഒന്ന് ചിന്തിക്ക. 1000-ൻ്റെ ചോടല്ലേ കേരളത്തിൻ്റെ കിലോമീറ്ററിൻ്റെ ദൂരം? ഒന്ന് എല്ലാവരും ഒന്ന് ഓർത്തു നോക്കുക നിങ്ങൾ. എന്തായിരിക്കും? എത്ര കോടി? 14 കോടി മനുഷ്യന്മാർ ഈ കുലുക്കത്തിൽ ഭൂമിക്കടിയിൽ പെട്ടുപോകും. 14 കോടി മനുഷ്യന്മാർ. ഈ കൊച്ചു കേരളത്തിലാകെയുള്ള ജനസംഖ്യ എത്രയാ? 3 കോടിയോളമേ ഉള്ളൂ. 3 കോടി തികയില്ല, അത്രയ്ക്കേ ഉള്ളൂ. ആ നിലക്ക് നോക്കുമ്പോൾ 14 കോടി മനുഷ്യന്മാരെ തകർത്തെറിയാൻ പറ്റുന്ന ഭീകരമായിരിക്കുന്ന കുലുക്കം വരാറായിട്ടുണ്ട്. കാത്തിരുന്നോ എന്ന് ആധുനിക ശാസ്ത്രം മുന്നറിയിപ്പ് നൽകുമ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് നമ്മളെ പഠിപ്പിച്ച കാലഘട്ടത്തെ ജീവിക്കരുത്. എന്നാലും തോന്നിവാസം തന്നെയാ. എന്നാലും ഒരു ബോധം നമ്മുടെ കൽബിൻ്റെ അകത്തില്ല. കൃത്യമായി നിസ്കരിക്കണമെന്ന ബോധമില്ല. നോക്കൂ നിങ്ങൾ, രാത്രി പാതിരാ സമയം 2 മണി വരെ ഇന്നത്തെ അവസ്ഥ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ ആ ഭാഗത്തെ കടക്കുന്നില്ല. 2 മണി വരെ ഒരു കൂട്ടുകാരനോട് ഞാൻ ചോദിച്ചു, കൂട്ടുകാരെ ഞങ്ങൾ സുബൈ നിസ്കരിക്കാറെന്ന് പറഞ്ഞു. അതെ, സുബൈക്ക് എനിക്ക് എന്താ മാർഗം? ഒരുപാട് പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ഞാൻ ചോദിച്ചു, നിങ്ങൾ എപ്പോഴാണ് കിടന്നുറങ്ങാറ്? അയാൾ പറഞ്ഞു, ഒരു 12 മണി, 1 മണി, 1:30 മണിക്കാവും കിടക്കാൻ. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ സമയം വരെ പണി? ഈ സമയം വരെ 12 മണി, 1 മണി, 1:30 മണി വരെ എന്താ ഏർപ്പാട്? അപ്പം പറയാം, ആകെ ടൈം കിട്ടില്ല. ആ സമയത്താണ് വാട്സപ്പ് നോക്കിയാൽ കുറേ മെസ്സേജുകൾ വന്നിട്ടുണ്ടാകും. അതൊക്കെ തുറന്നു നോക്കുമ്പോഴേക്ക് 2 മണി ആയിട്ടുണ്ടാകും. പിന്നെ എന്ത് ചെയ്യും? ആകെ കിട്ടുന്ന ടൈം ആ കിടക്കുന്ന ടൈമിലാണ്. ഇന്നത്തെ എല്ലാ ചെറുപ്പക്കാരും മൊബൈലെടുത്തിട്ട് വാട്സപ്പിലാണ്, ഫേസ്ബുക്കിലാണ്. എന്നിട്ട് 2 മണിക്ക് ഉറങ്ങിക്കിടക്കുന്ന ഈ മനുഷ്യന് സുബ്ഹാന റബ്ബി, അല്ലാഹുവിൻ്റെ പള്ളിയും ഹയ്യ അല സ്വലാ, ഹയ്യ അലൽ ഫലാ, അസ്സലാത്തു ഖൈറും മിനൻ നൗം, അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന സുബ്ഹിന്റെ ഭാഗം പോലെ കേൾക്കുന്നില്ല. ഇന്നലെയാണ് ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഈ റമദാൻ മാസം തീർന്നതിന് ശേഷം ഇന്നേ വരെ സുബ്ഹിന്റെ ഭാഗം ഞാൻ കേട്ടിട്ടില്ല. ഈ റമദാൻ അങ്ങ് തീർന്ന അന്ന് തുടങ്ങിയതാണ് കിടന്നുറങ്ങാല്. റമദാൻ മാസം അത്താഴത്തിന് എണീക്കുമ്പോൾ സുബ്ഹിന്റെ ഭാഗം കേട്ടിരുന്നു. പക്ഷേ റമദാൻ അങ്ങോട്ട് വിട പറഞ്ഞിട്ട് 1 മാസം തീർന്നില്ലേ? അതിന് ശേഷം സുബ്ഹിന്റെ ഭാഗം ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടിട്ടില്ല. എങ്ങനെയാണ് ചെറുപ്പക്കാരെ കേൾക്കുക? രാത്രി പാതിരാ സമയം മൊബൈൽ എടുത്തുകൊണ്ട്, വാട്സപ്പ് എടുത്തുകൊണ്ട് കളിച്ചിരിക്കുമ്പോൾ ഓർമ്മയില്ല. നിങ്ങൾക്ക് മരിക്കുമെന്ന പേടി നിങ്ങൾക്കില്ല. എന്നിട്ട് സുബ്ഹി നിങ്ങൾ കളാക്കുന്നു. 9 മണിക്കും 8 മണിക്കും 7 മണിക്കും എണീറ്റ് കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുമ്പോ ചിന്തിച്ചോ, പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് എത്തുന്ന സമയത്തിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, കല്ലാ ഇദാ ദുഃഖത്തിൽ അറളു ദക്കൻ ദക്കാ വജാ റബ്ബുക വൽ മലകു സഫൻ സഫാ വജീഅ
യൗമഇദിൻ ബിജഹന്നമ യൗമഇദിൻ യതദക്കറുൽ ഇൻസാന വഅന്നാ ലഹു ദിക്റാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന കല്ലാ, നിങ്ങൾ വിചാരിക്കും പോലെ അല്ല മനുഷ്യ. നിങ്ങൾ അല്ലാഹുവിന്റെ മറന്നുകൊണ്ട് ദുനിയാവിൽ ജീവിക്കുമ്പോ പാതിരാ സമയം മൊബൈൽ എടുത്തുകൊണ്ട് കളിച്ച് 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 അശ്ലീലങ്ങൾ കണ്ടുകൊണ്ട് സമയം ചെലവഴിക്കുമ്പോൾ ഒരു പേടിയില്ല, റബ്ബേ ഞാൻ മരിക്കുമെന്ന ബേജാറില്ലാതെ സമയം നഷ്ടപ്പെടുത്തുമ്പോൾ 2 മണിക്കാണ് അറിയാതെ കിടന്നുറങ്ങിപ്പോയത്, 3 മണിക്കാ ഉറങ്ങിപ്പോയത്. ഈ സമയത്തതാ റബ്ബിന്റെ പള്ളിയും അല്ലാഹുവിന്റെ പള്ളിയും സുബ്ഹിന്റെ ബാങ്ക് വിളിക്കുമ്പോൾ കേൾക്കുന്നില്ല. അങ്ങനെ കിടന്നുറങ്ങുന്ന ചെറുപ്പക്കാരാ, റബ്ബിന്റെ ഖുർആൻ പറയുന്ന ഇദാ ദുഃഖത്തിൽ അർളു ദക്കൻ ദക്കാ, നിങ്ങൾ താമസിക്കുന്ന ഈ ഭൂമിയില്ലേ, ഈ ഭൂമി എങ്ങാന് കിടികിടാ വിറച്ച് കഴിഞ്ഞാ ഒരു കുലുക്കം വന്നാ പോരെ സഹോദരാ, പിന്നെ നീയൊക്കെ റബ്ബിന്റെ ഭൂമിയിലാണ്. എല്ലാ തരിപ്പണമായി കൊണ്ട് പടച്ച റബ്ബിന്റെ മുൻപിലേക്ക് അന്ന് നീ മഹ്ശറിലേക്ക് നീ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ റബ്ബുക വൽ മലകു സഫൻ സഫാ അല്ലാഹുവിന്റെ ഭീകരമായിരിക്കുന്ന അദാബാകുന്ന നരകത്തേതാ അല്ലാഹുവിന്റെ മലക്കൾ ഇങ്ങനെ വലിച്ചു കൊണ്ടുവരുമ്പോ ലതറവുന്നൽ ജഹീം, നിന്റെ കണ്ണുകളെ കൊണ്ട് നരകം നീ കാണുകയാ. നരകം കാണുമ്പോൾ മനുഷ്യന്മാർ ചിന്തിക്കും യതദക്കറുൽ ഇൻസാൻ, മനുഷ്യന്മാർ ചിന്തിക്കാൻ തുടങ്ങോ, മനുഷ്യന്മാർ ഓർത്തു പോകുന്നു. എന്താ ചിന്തിക്കുന്നത്? യാ ലൈതനീ ഖദ്ദംതു ലി ഹയാതി, അല്ലാഹുവേ ഞാൻ അന്ന് നിസ്കരിച്ചിരുന്നുവെങ്കിൽ, അന്ന് ഖുർആൻ ഓതിയിരുന്നുവെങ്കിൽ, അന്ന് ഞാൻ നന്നായി നടന്നിരുന്നുവെങ്കിൽ എന്ന് മനുഷ്യന്മാർ ഖേദിക്കുമെന്ന് അല്ലാഹുവിൻ്റെ ഖുർആനാണ് പറയുന്നത്. ഈ രംഗം മറക്കല്ല. ഞാൻ രംഗം പറയട്ടെ, എൻ്റെ ജീവിതത്തിൽ വന്നൊരു അനുഭവം കൂടെ ഞാൻ പറയാം. ഞാൻ കോഴിക്കോട് ജില്ലയിൽ SKSFിൻ്റെ 15 വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ചിരിക്കുന്നൊരു ഖുർആനിൻ്റെ പഠന ക്ലാസ് എല്ലാ മാസവും നടക്കുന്നൊരു ക്ലാസ് ഇവിടെ തലക്കടത്ത് ഒരു ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന എല്ലാ മാസവും അവസാന ചൊവ്വാഴ്ച ഇതുപോലത്തെ ഒരു ഡേറ്റിൽ എല്ലാ മാസവും നടക്കുന്നൊരു ഖുർആൻ ക്ലാസ്. ഏകദേശം 2-3 വർഷമായി ഞാൻ സ്ഥിരമായിട്ട് നടത്തുന്ന ക്ലാസ്സാണ്. ആ ക്ലാസ്സിന് ഒരു ദിവസം ഞാൻ ചെന്നപ്പോൾ ഉണ്ടായൊരു അനുഭവം പറയാം. ക്ലാസ്സിന് ഞാൻ വന്നപ്പോൾ ഇങ്ങനത്തെ ഒരു മദ്രസ ഒരു ഹാളിൽ ക്ലാസ് നടന്നിറങ്ങും. ക്ലാസ്സിൻ്റെ മുമ്പിലെ കസേരയിൽ തന്നെ ഞാൻ പരിചയമില്ലാത്ത 26 വയസ്സുള്ള ചെറുപ്പക്കാരങ്ങനെ ഇരിക്കുന്നുണ്ട്. 26 വയസ്സുള്ള ചെറുപ്പക്കാരൻ മുമ്പിലെ കസേരയിൽ തന്നെ ഉണ്ട്. ശ്രദ്ധിച്ചുകൊണ്ട് അയാൾ ക്ലാസ് കേട്ടു. തുടക്കം മുതൽ അവസാനം വരെ ഇരിപ്പിടത്ത് ആ മനുഷ്യൻ എണീറ്റിട്ടില്ല. മൊബൈലൊക്കെ ഓഫാക്കി വളരെ ഭക്തിയോടെ ഖിലാസോടെ ഇരുന്നു. ദ്വാരക്കുമ്പോഴൊക്കെ നല്ല ഉറക്കൻ ആമീൻ പറഞ്ഞു, കണ്ണിനീരോടെ പൊട്ടി കരഞ്ഞു ദ്വാ ചെയ്തു. എല്ലാം കഴിഞ്ഞ ആ മനുഷ്യൻ ക്ലാസ് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുക്കൽ വന്നു, അസ്സലാമു അലൈക്കും ഉസ്താദ് എന്ന് പറഞ്ഞു. വലൈക്കും അസ്സലാം എന്ന് പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ തുടക്കം തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ പരിചയം ഉണ്ടാവില്ല ഉസ്താദ്, നിങ്ങൾക്ക് എന്നെ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചത് ഗൾഫുകാരനോ പ്രവാസിയായിരിക്കും. നിങ്ങൾ ഏത് നാട്ടിലാണ്? ഇവിടെ തന്നെയാണോ ഗൾഫിലാണോ? അപ്പം ഇയാൾ പറഞ്ഞു, ഉസ്താദ് എൻ്റെ നാട് ഇത് തന്നെ, ഈ പള്ളി കഴിഞ്ഞാൽ 4ാമത്തെ വീട് എൻ്റെ വീടാണ്, ഞാൻ എൻ്റെ ജോലിയും ഇവിടെ തന്നെയാണ്, വേറെ ഗൾഫുകാരൊന്നല്ല ഞാൻ നിങ്ങൾ എന്നെ കാണാതെ പോയത് ഇന്നേ വരെ ഈ ക്ലാസ്സിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല. ഈ ക്ലാസ് എന്നല്ല ഒരു പരിപാടിക്കും ഞാൻ പങ്കെടുക്കാറില്ല. സ്വലാത്തോ ദിക്റോ മജ്ലിസുന്നൂറോ ദിക്റോ സ്വലാത്തോ ഒന്നിനും പോകാത്ത എൻ്റെ ജീവിതത്തിൽ ഞാൻ പള്ളിയിലേക്ക് വരാറ്, ഒന്ന് വെള്ളിയാഴ്ച തന്നെ കൃത്യമായിട്ട് പള്ളിക്ക് വരാറില്ല, എപ്പോഴെങ്കിലും ഒന്നും വരും. അങ്ങനെയുള്ള ഈ മനുഷ്യൻ്റെ കഥ ഇയാൾ പറയാം. ഈ മനുഷ്യൻ്റെ സങ്കടത്തോടെ എന്നോട് പറയാൻ, ഉസ്താദ് ഞാൻ ക്ലാസ്സിനൊന്നും വരാറില്ല, അങ്ങനെ ഞാൻ ജീവിക്കണം. അങ്ങനെ പോകുന്ന ഞാൻ ചോദിച്ചു. ഇയാൾ പറഞ്ഞു, എൻ്റെ ഏർപ്പാട്, ഞങ്ങൾക്കൊരു ക്ലബ്ബുണ്ട് അങ്ങാടിയിൽ, ഒരു ക്ലബ്ബ്. ആ ക്ലബിൻ്റെ മുകൾ ഭാഗത്ത് കയറി ഞാൻ ജോലി കഴിഞ്ഞാൽ വസ്ത്രം മാറ്റി കുളിച്ച് ഫ്രഷായിട്ട് പോകും. എപ്പം ഒരു 5-5:30 മണിക്കങ്ങൾ പോയി മഗ്‌രിബിൻ്റെ സമയത്ത്. പിന്നെ ഇശാ മഗ്‌രിബിൻ്റെ ഇടയ്ക്ക് ഞങ്ങളെ പണി അവിടെ ക്യാരം ബോർഡ് കളിച്ച് ടിവിയും കണ്ട് സിനിമയും കണ്ട് കൂത്താടി ഞങ്ങൾ കള്ളും കുളിച്ച് കഞ്ചാവും കളിച്ച് ഇങ്ങനെ ഇരിക്കും. ഏതെങ്കിലും കല്യാണമൊക്കെ വന്നാൽ എത്ര കള്ളിൻ്റെ കുപ്പി ഞാൻ പൊട്ടിച്ച് കുടിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇയാളും.
അവസാനം അയാൾ പറഞ്ഞു, ഉസ്താദ് ചെയ്യാത്ത തെറ്റൊന്നുമില്ല, എല്ലാ തെറ്റും ചെയ്തിട്ടുണ്ട്. ക്ലാസ്സിൻ്റെ നോട്ടീസ് കിട്ടിയാൽ ഞാൻ ചുരുട്ടിക്കൂട്ടി അത് വലിച്ചെറിയും, ക്ലാസ്സിന് ഞാൻ പങ്കെടുക്കില്ല. ഇങ്ങനെയൊക്കെ ഈ മനുഷ്യനിങ്ങനെ സങ്കടത്തോടെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്ത് ഇന്നീ ക്ലാസ്സിന് വരാനുള്ള കാരണം, എന്ത് ഇന്നീ ക്ലാസ്സിന് വന്നു? അപ്പോൾ ഇയാൾ പറഞ്ഞു, ഉസ്താദേ മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി ഇയാളെല്ലോടും നിങ്ങൾ പോകുന്ന ക്ലാസ്സിലൊക്കെ എൻ്റെ ഈ ജീവിതത്തിൻ്റെ അനുഭവം നിങ്ങൾ പറയണമെന്നൊക്കെ എന്നോട് പറഞ്ഞ രംഗമാണ്. ഇയാൾ പറഞ്ഞു, ഉസ്താദേ ഞാൻ ഈ ക്ലാസ്സിന് വരാറില്ല എന്ന് പറഞ്ഞു. പക്ഷേ 4 മാസമായി പടച്ച റബ്ബ് എനിക്കൊരു രോഗം തന്നു. എന്താ രോഗം ചോദിച്ചപ്പം നിസ്സാരമായൊരു ജലദോഷമായിരുന്നു. ആ ജലദോഷം ഇങ്ങനെ കൂടി 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 വന്നു എന്നല്ലാതെ ഒരു കുറച്ചിലെൻ്റെ രോഗത്തിനില്ല. അതിങ്ങനെ അവസാനം ചുമയായി, ചുമച്ച് കുരച്ച് ഒരു ദിവസം ഞാനിങ്ങനെ തുപ്പിയപ്പോൾ എൻ്റെ കഫത്തിലൂടെ കുറച്ച് രക്തത്തിൻ്റെ കഷ്ടം പുറത്തേക്ക് വന്നു. ഞാൻ കഫത്തിലൂടെ രക്തം പുറത്ത് വന്നപ്പോൾ ഞാൻ ആകെ ബേജാറായി. മിംസിൽ വലിയൊരു ഡോക്ടറെ കാണിച്ചു. ആ ഡോക്ടർ എന്നെ ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങൾ എത്രയും പെട്ടെന്ന് RCCയിലേക്ക് പോകണം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ മക്കളെ കുടുംബത്തെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. RCCയിലേക്ക് പോകണമെന്ന് ഡോക്ടറിനോട് പറഞ്ഞു. ഞാനത് RCCയിൽ ചെന്നു. എല്ലാ സ്കാനിങ്ങും ടെസ്റ്റും എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ഫാസ്റ്റാക്കി ചെയ്തു. 26 വയസ്സുള്ള ഞാനല്ലേ. അങ്ങനെ എല്ലാ ചെക്കപ്പും കഴിഞ്ഞ് അവസാനം എൻ്റെ ഡോക്ടർ എൻ്റെ ബാപ്പാനെ വിളിച്ചുകൊണ്ട് റിസൾട്ട് പറഞ്ഞു, നിങ്ങളെ മകൻ്റെ ആർട്ടിൻ്റെ ഒരു ഭാഗം മൊത്തം ക്യാൻസറാണ്. വെറുതെയല്ല ഈ മനുഷ്യൻ കുരക്കുന്നത്, കഫം തുപ്പുന്നത്, രക്തം തുപ്പുന്നത് ക്യാൻസർ കൊണ്ടാ. ഡോക്ടർ പറഞ്ഞു, ഈ മനുഷ്യൻ്റെ ആർട്ടിൻ്റെ ഒരു ഭാഗം മൊത്തം തീർന്നിട്ടുണ്ട്. ഞങ്ങളെ കാഴ്ചപ്പാടിൽ എൻ്റെ പ്രാക്ടീസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ 3 മാസമേ ഈ മനുഷ്യൻ ഇനി ഭൂമിയിൽ ജീവിക്കാൻ ആയുസ്സുണ്ടാകുള്ളൂ. 3 മാസം കിട്ടിയാൽ മാക്സിമമാണ്. അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴും മരിക്കുക. അതുകൊണ്ട് ഇനിയുള്ള കാലം വെറുതെ ഇവിടെ കിടത്തിയാളെ ചികിത്സിച്ച് വേദനിപ്പിക്കണ്ട. ഇനിയുള്ള കാലം ഈ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മക്കളോടും ഭാര്യയോടും കുടുംബത്തോടൊക്കെ നാട്ടിലങ്ങ് ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് ഉസ്താദ് എന്നെ വീട്ടിലേക്ക് മടക്കി. ചിന്തിക്കണം, ഒരു ഞായറാഴ്ചയാണ് ക്ലാസ് അടക്കണം. ഇയാൾ പറയുന്നു, ഇന്നലെ ശനിയാഴ്ചയാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ വന്നത്. ശനിയാഴ്ച രാത്രി വീട്ടിൽ വന്നു. എൻ്റെ ഉപ്പാൻ്റെ മുഖം വല്ലാതെ വാടിയിരിക്കുന്നു. ഞാൻ എൻ്റെ ഉപ്പാനെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, ഉപ്പാ എന്താ എൻ്റെ പ്രശ്നം, എന്തേ കൊണ്ടുപോയി തിരിച്ച് പെട്ടെന്ന് മടക്കി, എന്താ എൻ്റെ രോഗം, എന്താ നിങ്ങളെ മുഖത്ത് വല്ലാത്ത വിഷമം എന്ന് ചോദിച്ചപ്പോൾ ഉപ്പ എന്നോട് സങ്കടത്തോടെ എൻ്റെ റൂമിൻ്റെ അകത്ത് വാതിൽ കുറ്റിയിട്ടിട്ട് എന്നോട് എൻ്റെ സങ്കടങ്ങൾ പറഞ്ഞു, മോനെ നിന്നോട് മറച്ചു വെച്ചിട്ട് കാര്യമില്ല, അവസാന നിമിഷം നീ നന്നായാൽ അതും കൂടെ ഈ ഉപ്പാക്ക് കാണാമല്ലോ, നന്നാകണമെങ്കിൽ നന്നായിക്കോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഉപ്പനോട് പറഞ്ഞു, മോനെ നിൻ്റെ പ്രശ്നമൊന്നുമല്ല, നിൻ്റെ ആർട്ടിൻ്റെ ഒരു ഭാഗം മൊത്തം ക്യാൻസറാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ക്യാൻസറാണ്. മാത്രമല്ല ഈ രോഗം നീ മേരിപ്പോയാൽ 3 മാസമേ ജീവിക്കൂ എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. 3 മാസം കഴിഞ്ഞാൽ നീ മരിക്കും. അതുകൊണ്ട് വീട്ടിലേക്ക് മടക്കിയതാണ്. ഇനിയുള്ള കാലം വീട്ടിൻ്റെ അകത്ത് മൂന്ന് മാസം കൊണ്ട് മരിക്കുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത് എന്ന് എൻ്റെ ബാപ്പയ്യനോട് എല്ലാം തുറന്നു പറഞ്ഞു. എന്തിനാ പറഞ്ഞത്? ഞാൻ നന്നായിക്കോട്ടെ എന്ന് കരുതിയട്ടെ. ഈ മനുഷ്യൻ പറയുന്ന ഉസ്താദ് 3 മാസം കഴിഞ്ഞാൽ മരിക്കാൻ പോകുന്ന മനുഷ്യനാ ഞാൻ. ഇന്നേ വരെ ഞാൻ നിസ്കരിച്ചിട്ടില്ല, ഖുർആൻ ഓതിയിട്ടില്ല, ഒരു ക്ലാസ്സിന് വന്നിട്ടില്ല, ദിക്ർ ചൊല്ലിയിട്ടില്ല, ഒരു പരിപാടിക്ക് ചെന്നിട്ട് എങ്ങനെ ഞാൻ മരണപ്പെട്ട് ഖബറാകുന്ന വീട്ടിലേക്ക് ചൊല്ലുക? സുബ്ഹാന റബ്ബീ. ഉമ്മമാരെ ഉപ്പമാരെ മറക്കല്ല, എന്റെ ചെറുപ്പക്കാരെ ചിന്തിക്കളോ. എന്നിട്ട് ഇയാൾ എന്നോട് സങ്കടത്തോടെ പറയുന്നു, ഉസ്താദേ 3 മാസം കൊണ്ട് മരിക്കുമെന്ന് കേട്ടപ്പോഴേ എനിക്ക് പേടിയാകി തുടങ്ങി. ഇന്നലെ രാത്രിയാണ്, ശനിയാഴ്ച രാത്രിയാണ് എൻ്റെ ഉപ്പയനോട് കഥ പറഞ്ഞത്. അന്ന് രാത്രി ഏതാ കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. എനിക്ക് മൊബൈല് വേണ്ട, വാട്സപ്പ് വേണ്ട, ഫേസ്ബുക്ക് വേണ്ട, തമാശ വേണ്ട, കളി വേണ്ട, അശ്ലീല ചിത്രങ്ങൾ കാണേണ്ടതില്ല. എല്ലാം കഴിഞ്ഞുകൊണ്ട് ഇയാളെ പറയുന്ന റബ്ബേ 26 വയസ്സിൻ്റെ ഇടയിൽ ഇന്നേ വരെ സുബഹിക്ക് ഞാൻ എണീക്കാറില്ലായിരുന്നു. എന്നാൽ ഇന്നലെ ഏതാ രാത്രി കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. റബ്ബിന്റെ പള്ളിയിൽ സുബഹിന്റെ ബാങ്ക് ഞാൻ കേൾക്കുകയായി. അസ്സലാത്തു ഖൈറും മിനൻ നൗം, അസ്സലാത്തു ഖൈറും മിനൻ നൗം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ.
സുബ്ഹിന്റെ ബാങ്ക് അള്ളാഹുവിൻ്റെ പള്ളിയിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. അതുവരെ ഞാൻ കേൾക്കാറില്ല, ഞാൻ ഉറങ്ങാനല്ലേ. രാത്രി പാതിരാ സമയം കള്ളും കുടിച്ച് കഞ്ചാവും വരെ ഷീട്ടും കളിച്ച് ഞാൻ വന്നു, റൂമിൻ്റെ അകത്ത് കിടന്നു. ഉറക്കെനിക്ക് വരും. ഞാൻ കിടന്നുറങ്ങിയാൽ രാവിലെ 9 മണിക്ക് 8 മണിക്ക് എണീക്കുന്ന ഞാൻ ആദ്യമായിട്ട് ഇന്നലെ രാത്രി കിടന്നപ്പം മരിക്കുമെന്ന് കേട്ട് പിന്നെ ഞാൻ ഉറക്കം വരുന്നില്ല. സുബ്ഹാന റബ്ബീ. എന്നിട്ട് ഇയാൾ പറയുന്ന ഉസ്താദേ, സുബ്ഹിന്റെ ബാങ്ക് അങ്ങോട്ട് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൻ്റെ അകത്ത് കുറ്റബോധമാ. എങ്ങനെയാണ് മരണപ്പെട്ടുകൊണ്ട് ഖബറിലേക്ക് ചെന്ന് കിടക്കാമെന്ന പേടിയാണ് എനിക്ക്. ഇന്നേവരെ നിസ്കരിച്ചിട്ടില്ല, ഖുർആൻ ഓതിയിട്ടില്ല, തസ്ബീഹ് ചൊല്ലിയിട്ടില്ല, ദിക്ർ ചൊല്ലിയിട്ടില്ല. ഒരുപാട് കല്ല് കുടിച്ചു, കഞ്ചാവ് വലിച്ചു, ഷീട്ട് കളിച്ചു, അങ്ങാടിയിലൂടെ കുരുത്തക്കേട് കാണിച്ചുകൊണ്ട് നടന്നിരിക്കുന്ന ഞാൻ ഇനി എൻ്റെ കൂട്ടുകാരൻ്റെ ഖബറിലേക്കില്ലല്ലോ. അല്ലാ, പള്ളിപ്പറമ്പിന്റെ ഖബറാകുന്ന വീട്ടിൻ്റെ ഞാൻ തനിച്ചാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞാനാകെ പ്രയാസപ്പെട്ടുയോ. അങ്ങനെ ആദ്യമാകിട്ടതാ സുബ്ഹി നിസ്കരിക്കുക എന്ന് ഞാൻ തീരുമാനിച്ചോ എന്നാണ് ചിന്തിക്കണം. ഞായറാഴ്ചയാ എന്നോട് പറയും, ഞായറാഴ്ച രാത്രിയാ പറയുന്നത്, ഞായറാഴ്ച രാവിലെ സുബ്ഹിന്റെ കഥയായാൽ പറയുന്നു. ഞാനതാ ബാങ്ക് കൊടുത്തു, എണീറ്റ് കൊണ്ട് ഞാൻ പള്ളിയിലേക്ക് പോകാൻ തീരുമാനിച്ചോ. ഞാനതാ ബാത്റൂമിൽ ചെന്നുകൊണ്ട് ബ്രഷ് എടുത്തുകൊണ്ട് പല്ല് തേക്കുകയായിരുന്നു. ഞാനതാ പല്ല് തേക്കുമ്പോ ഞാൻ ഒരുപാടങ്ങ് ചുമച്ചു പോയി. ഒരുപാട് ചുമ എനിക്കങ്ങ് വന്ന് കുരച്ച് ഞാൻ ആ സമയത്തിന്റെ വായകത്തിലൂടെ ഒരുപാട് രക്തത്തിന്റെ കട്ടകൾ ഇങ്ങനെ പുറത്തേക്ക് ചാടുകയാ. ഒരുപാട് ചോര ഞാനങ്ങ് ഛർദ്ദിക്കാൻ തുടങ്ങി. തലക്കറങ്ങിക്കൊണ്ട് ഞാനങ്ങ് വീണു. ഉസ്താദേ, സുബ്ഹി നിസ്കരിക്കാൻ എനിക്ക് പറ്റിയില്ല. ഇങ്ങനെയുള്ള ഞാൻ എങ്ങനെയാ മരണപ്പെട്ട് ഖബറൊക്കെ ചെല്ല? എന്തിനാ നിങ്ങളിന്ന് ക്ലാസ്സിന് വന്ന് എന്ന് ചോദിച്ചപ്പോൾ ഇയാള് പറയാള് 3 മാസം മുമ്പ് വന്നിരിക്കും, 4 മാസം വന്നിരിക്കുന്ന രോഗമാണ് എനിക്ക്. ഈ രോഗം അതാ 3 മാസം കൊണ്ട് മരിക്കുമെന്നാ ഡോക്ടർമാര് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാ പള്ളിക്കാടിന്റെ ഖബർ ചെന്ന് കിടക്കാകം ഓർത്തിട്ട് ഇയാള് പൊട്ടി കരയുമ്പോൾ എന്റെ ചെറുപ്പക്കാരെ, ഗൗരവത്തിന്റെ ഗൗരവം നിങ്ങൾ ചിന്തിക്കണോ? ദിവസങ്ങൾ കഴിയുന്നു. ഖുർആൻ ക്ലാസ് കഴിഞ്ഞുകൊണ്ട് ഞാൻ നാട്ടിലേക്ക് വന്നു. ദിവസം അതാ 3 മാസം പോയിട്ട് 1 ആഴ്ച പോലെ റബ്ബി മനുഷ്യന് സമയം കൊടുത്തില്ല. ദിവസം അതാ 6 ദിവസം തീരുകയാണ്. 6ാമത്തെ ദിവസം രാവിലെ 10:30 മണിക്ക് എന്റെ മൊബൈൽ ഫോണിലേക്ക് ആ നാട്ടിലെ ഒരു ചെറുപ്പക്കാരൻ, എന്റെ ക്ലാസിന്റെ സംഘാടകനായിരിക്കും ഒരു കൂട്ടുകാരോ വിളിച്ചുകൊണ്ട് പറയുന്ന, ഉസ്താദേ, നമ്മുടെ കഴിഞ്ഞ ക്ലാസ് വന്നുകൊണ്ട് ഒരു മനുഷ്യൻ കരഞ്ഞിരുന്നില്ലേ? ഇന്ന് രാവിലെ 6 മണിക്ക് അയാളെ ബെഡ്റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോ ഒരുപാട് ചോര വയറ്റിന്റെ വായക്കകത്തുനിന്ന് പുറത്തേക്ക് ചാടി. ഒരുപാട് ചോര ഛർദ്ദിച്ച് മരിച്ചു കിടക്കുന്ന കാഴ്ചയാ കണ്ടത്. 6 മണിക്ക് മരണപ്പെട്ട മയ്യത്തതാ കുളിപ്പിച്ച് 9 മണിക്ക് മറവ് ചെയ്തു. മയ്യത്ത് മറവ് ചെയ്ത് കൊണ്ട് തിരിച്ചു പോരുന്ന സമയത്താ നിങ്ങൾക്ക് ഞാൻ ഫോൺ വിളിച്ചിട്ടുള്ളതെന്ന് ഈ മനുഷ്യനങ്ങോട് പറയുമ്പോൾ 3 മണിക്കൂർ കൊണ്ട് എന്തേ പെട്ടെന്ന് മയ്യത്ത് മറവ് ചെയ്തത്? ആ സമയത്ത് ഇയാള് പറയുന്ന, ഉസ്താദേ, ക്യാൻസർ ആയിരുന്നല്ലോ. മരിച്ചു കിടക്കുന്ന മയ്യത്തിന്റെ വായകത്തിലൂടെ രക്തം ഇങ്ങനെ ഒലിച്ചു കൊണ്ടിരിക്കുകയാ. എന്റെ യുവാക്കളെ, മറക്കാതെ കേട്ടോ, ഒന്ന് ഗൗരവത്തോടെ ചിന്തിച്ചോ. കള്ളിലും കഞ്ചാവിലും ഷീട്ടിലും തമ്മാടുത്ത് നടക്കുമ്പോൾ ഒരു ദിവസം നീ മരിക്കുമെന്ന കാര്യം നീ മറക്കണ്ട. ഖബറാകുന്ന വീട്ടിലേക്ക് നീ ചെല്ലുമെന്ന പേടി നിന്റെ കൽബിന്റെ അകത്ത് വേണോ? അതുകൊണ്ട് മരണത്തെ മറക്കാതെ, മരണത്തോർത്തുകൊണ്ട്, തെറ്റുകളൊക്കെ മാറ്റി വെച്ചുകൊണ്ട്, അല്ലാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട്, നിസ്കരിച്ചുകൊണ്ട്, ഖുർആൻ ഓതിക്കൊണ്ട്, പാതിരാ സമയം മൊബൈൽ എടുത്തുകൊണ്ട് കളിക്കുന്ന ചെറുപ്പക്കാരെ കളിയെല്ലാം നിർത്തിവെച്ചുകൊണ്ട് അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ദുനിയാവിലങ്ങ് ജീവിച്ചോ. എന്നാൽ മാത്രമേ നാളെ ചെന്ന് കിടക്കുന്ന ഖബറാകുന്ന വീട്ടിലേക്ക് ഖദ്ദിമൂനി എന്ന് പറഞ്ഞുകൊണ്ട് ഖബറിലേക്ക് ചെല്ലാൻ പറ്റുകയുള്ളൂ. ചെന്ന് കിടക്കുന്ന ഖബർ റാഹത്തായി കിട്ടുകയുള്ളൂ. അല്ലാഹു നമ്മളെ ഖബറൊക്കെ വിശാലമാക്കി തരുമാറാകട്ടെ. ബഹുമാനപ്പെട്ട നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഉസ്താദ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഉസ്താദ് എന്നെ വലിയ ആരോഗ്യപരമായ സുഖമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഉസ്താദിൻ്റെ പ്രാർത്ഥന തുടങ്ങണം. എല്ലാവരും ഇഖ്ലാസോട് കൂടെ, നല്ല മനസ്സോട് കൂടെ ദുആയിലൊക്കെ പങ്കെടുക്കണമെന്ന് മാത്രം പറഞ്ഞ്
ഉസ്താദിനെ ക്ഷണിച്ചു കൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദുആയിലേക്ക് കടക്കുകയാണ്. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു, മദ്രസയിലേക്ക് കുറച്ച് ബെഞ്ച്, ഡെസ്ക്, ക്ലാസ്സുകളൊക്കെ തയ്യാറാക്കുമ്പോൾ അതിനനുസരിച്ച് ഡെസ്കും ബെഞ്ചൊക്കെ ആവശ്യമുണ്ട്. ഒരുപാട് ആളുകൾ പ്രത്യേകമായി ദുആ ചെയ്യാൻ വേണ്ടി, മകൾക്ക് ദുആ ചെയ്യാൻ വേണ്ടി ഒരു സഹോദരി ഒരു ബെഞ്ചിൻ്റെയും ഒരു ഡെസ്കിൻ്റെയും പൈസ പ്രത്യേകമായി സ്വതക്കയായി ഓഫർ ചെയ്തിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബൂൽ ചെയ്യട്ടെ. അവരുടെ മകൾക്ക് അല്ലാഹു മഗ്ഫിറത്ത് പ്രദാനം ചെയ്യട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്കും കുടുംബത്തിനൊക്കെ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഒരു സഹോദരൻ, അവരുടെ ഭാര്യ ഒക്കെ ഒരു ബെഞ്ച്, ഒരു ഡെസ്കിൻ്റെ പണം പ്രത്യേകമായി ഏൽപ്പിച്ചിട്ടുണ്ട്. അസുഖം മാറാൻ, ജോലിയിൽ ബറക്കത്തുണ്ടാകാൻ ഒരു ബാപ്പയും മകളും 2 ബെഞ്ചിൻ്റെ പണം പ്രത്യേകമായി ഓഫർ ചെയ്തിട്ടുണ്ട്. അള്ളാഹു ഇവരിൽ നിന്നൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. വേറൊരു സഹോദരി ഒരു ബെഞ്ചിൻ്റെ പൈസ പ്രത്യേകമായി തരാമെന്നേറ്റിട്ടുണ്ട്. അള്ളാഹു കബൂലാക്കട്ടെ. വേറൊരു സഹോദരി ഒരു ബെഞ്ചിൻ്റെ പൈസ തരാമെന്നേറ്റിട്ടുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. മകൻ്റെ വിവാഹം ശരിയാകാനും സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ തീരുവാനും ഒരു സഹോദരി ഒരു ബെഞ്ചും ഒരു ഡെസ്കും പ്രത്യേകമായി ഓഫർ ചെയ്തിട്ടുണ്ട്. വേറൊരു സഹോദരൻ ഒരു ബെഞ്ച്, ഒരു ഡെസ്ക്, വേറൊരാൾ ഒരു ബെഞ്ച്, അതിൽ 1000 രൂപ തന്നിട്ടുണ്ട്. അള്ളാഹു ഈ വിധ കാര്യങ്ങളിലൊക്കെ പരിശ്രമിച്ച ആളുകളുടെ എല്ലാവിധ ഉദ്ദേശങ്ങളെയും അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ. അള്ളാഹുരുടെ സ്വതക്ക, ജാരിയായ സ്വതക്കയിലേക്ക് അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ. പ്രത്യേകിച്ച് ബെഞ്ച്, ഡെസ്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മദ്രസയിലെ കുട്ടികൾ ഇരിക്കുകയും ഖുർആൻ ഓതുകയും ദീനിൻ്റെ ഉലൂമൊക്കെ പഠിക്കുന്ന സദസ്സാണല്ലോ, അതിനുള്ള സൗകര്യമാണല്ലോ. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് എല്ലാം കൊണ്ടും ഉപകാരമാണ്. നമ്മുടെ ഖബറിലേക്ക്, നമ്മുടെ ആഖിറം നന്നാകാൻ അള്ളാഹു അങ്ങനെ സ്വതക്ക ചെയ്യുന്നവരിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജ് യാത്ര സുഖമാകാൻ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. മരണപ്പെട്ട മാതാപിതാക്കൾക്ക് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. കണ്ണിൻ്റെ അസുഖം മാറാൻ, ഉമ്മാക്ക് അസുഖം മൂലം ഹോസ്പിറ്റലാണ്, ഷിഫയാകാൻ വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. രോഗിയായ സഹോദരൻ്റെയും ഭാര്യയുടെയും അസുഖം സുഖപ്പെടാൻ, ബിഫാം പരീക്ഷ എഴുതുന്ന മകൻ നല്ല മാർക്കോടെ വിജയിക്കാൻ, മകന് ജോലി ശരിയാകാൻ, മോൻ്റെ വിവാഹം നടക്കാൻ, അസുഖം മാറാൻ, കടങ്ങൾ വീടാൻ, ഹലാലായ ആഗ്രഹങ്ങൾ സഫലമാകാൻ, ആഖിബത്ത് നന്നായിട്ട് മരിക്കാൻ, മരണപ്പെട്ടു പോയ ഉപ്പാക്കും ഉമ്മാക്കും ഭർത്താവിനും ദുആ ചെയ്യാൻ, കടയിൽ കച്ചവടമുണ്ടാവാനും കടങ്ങളൊക്കെ വീടിക്കിട്ടാനും, കുടുംബ പ്രശ്നങ്ങൾ തീർന്നു കിട്ടാൻ, സുഖപ്രസവത്തിനു വേണ്ടി, മകളുടെ വിവാഹകാര്യം ശരിയാകുവാനും, ഉമ്മയുടെ കൈവേദനയും കാഴ്ചശക്തിയൊക്കെ മാറി നല്ല കാഴ്ചശക്തി തിരികെ കിട്ടാനും, കൈവേദന മാറാനും, വിശ്വാസവഞ്ചന നടത്തി കടം വാങ്ങിയ ഒരു മുതൽ തിരിച്ചു കിട്ടാൻ, വിവാഹം കഴിഞ്ഞ് 12 വർഷമായി മകൾക്ക് കുട്ടികളുണ്ടായിട്ടില്ല, മക്കളുണ്ടാകാൻ വേണ്ടി, ഭർത്താവിൻ്റെ ദീർഘായുസ്സിന് വേണ്ടി, ചെവിയുടെ കേൾവി തിരിച്ചു കിട്ടാനും, മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാനും, മകൻ്റെ സ്വഭാവം നന്നാകാൻ, മരണപ്പെട്ടു പോയ ഉപ്പാക്കും വല്യുമ്മാക്കും വേണ്ടി ദുആ ചെയ്യാൻ, 12 കൊല്ലമായി മകൾക്ക് കുട്ടികളില്ല, സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ ലഭിക്കാൻ, മരണപ്പെട്ടു പോയ ഭർത്താവിനും മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ, ജോലി ചെയ്യുന്ന മക്കൾക്ക് വേണ്ടി അവർക്കൊക്കെ പ്രത്യേകം ദുആ ചെയ്യാൻ, മക്കൾക്ക് നല്ലൊരു വീടുണ്ടായി കിട്ടാൻ, അതുപോലെ ആർഭാടങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും പടച്ചവനെ മനസ്സിലാക്കി നേർവഴിയിലേക്ക് തിരിയാനും, വസ്ത്രധാരണകളിൽ ഇസ്ലാമിക ചട്ടക്കൂട് മനസ്സിലാക്കാനും, മാറാ രോഗികൾക്ക് ആശ്വാസം കിട്ടാനും പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. മകൾക്ക് പനിയും തൊണ്ടവേദനയുമാണ്, ദിഫ്തീരിയയുടെ ലക്ഷണമാണെന്ന് ഡോക്ടർമാർ പറയുന്നു. അള്ളാഹു എന്ത് അസുഖമാണെങ്കിലും ശിഫ പ്രദാനം ചെയ്യട്ടെ. ഗ്യാസിൻ്റെ അസുഖം മൂലം വുളു നിലനിർത്താൻ പറ്റുന്നില്ല, അള്ളാഹു ആ പ്രയാസത്തെ മാറ്റിക്കൊടുക്കട്ടെ. മക്കൾ നന്നായി പഠിക്കാൻ വേണ്ടി 30 വർഷമായി പ്രവാസിയാണ്, കച്ചവടം മെച്ചപ്പെടാനും ശാരീരിക സുഖത്തിനു വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. മകളുടെ ജോലിയിൽ ഖൈറും ബറക്കത്തും ഉണ്ടാകാൻ, ഉപ്പ വളരെ കാലമായി പ്രവാസിയാണ്, കച്ചവടത്തിൽ ബറക്കത്തുണ്ടാകാനും അസുഖം മാറിക്കിട്ടാനും, വീടിൻ്റെ പണി പെട്ടെന്ന് തീരുവാനും, മകൻക്ക് റാഹത്തായ വിവാഹം ശരിയാകാനും, മകൻ്റെ +2 സർട്ടിഫിക്കറ്റ് കോളേജിൽ പിടിച്ചു വച്ചത് തിരികെ കിട്ടാൻ, മക്കൾ നന്നായി വളർന്ന് ദീനിപരമായ ജീവിതം നയിക്കാനും, കച്ചവടത്തിൽ ബറക്കത്തുണ്ടാവാനും, 30 വർഷം മുമ്പ് ഈ മദ്രസയിൽ പഠിച്ച ഒരു പൂർവ്വ വിദ്യാർത്ഥി അവരുടെ കടം വീടാനും, ശാരീരികമായ മാനസികമായ പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടാനും,
അതുപോലെ ഒരു സഹോദരൻ, അവരിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉപ്പ, വല്യുമ്മ, വല്യുപ്പ, എളാപ്പ, മറ്റു കുടുംബാംഗങ്ങൾ, അയൽവാസികൾ, മഹലിൽ നിന്നും മരണപ്പെട്ട എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാൻ ഇങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ് ഒരുപാട് ആളുകൾ പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട്. പറയാത്ത ആളുകളുണ്ട്, മനസ്സിൽ ഒതുക്കി വെച്ചവരുണ്ട്. അല്ലാഹു അൻത ഗനിയുൻ അനി തഫ്സീരി വൽ ബയാൻ. അല്ലാഹുവേ, നിനക്ക് വിശദീകരിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ. ഖൽബുകൾ അറിയുന്ന രാജാവേ, എല്ലാ വിഷമങ്ങളും അറിയുന്ന റബ്ബേ, എല്ലാം നീ റാഹത്ത് പോലെ ഖൈറ് പോലെ നീ ആക്കിത്തരണേ അല്ലാഹു നമ്മുടെ ഈ സദസ്സിനെ കബൂലാക്കട്ടെ. ദുആയിലേക്ക് കടക്കുകയാണ്. എല്ലാവരും വളരെ ശ്രദ്ധയോടെ വളരെ റാഹത്തോടെ ഇരിക്കണമെന്നറിയിക്കുന്നു. അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളെ ആദര പുരസ്സരം നിങ്ങൾക്ക് വേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.